നിങ്ങളെ വീട്ടിലൊരു കിഡ്നി രോഗി ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് കിഡ്നി രോഗമുണ്ട്, കിഡ്നി ഫെയിലിയർ ആണെന്ന് അറിയണേ ആദ്യത്തെ മണിക്കൂറുകളിലെ പെയിന്, മാനസിക സംഘർഷം, അയാളുടെ കൂടെ കുറച്ച് കാലങ്ങൾ ജീവിക്കുമ്പോൾ പതിയെ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. അയാൾ മൂത്രമൊക്കെ കെട്ടി ആർത്ത് വിളിക്കണ ഒരു അവസ്ഥയിൽ അയാളുടെ അയലോക്കക്കാരടക്കം ആദ്യ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും, പാഞ്ഞു വന്നിട്ടുണ്ടാവും. പിന്നെ പതുക്കെ മൂപ്പരെ കരച്ചിലേക്കുമ്പോൾ അയലോക്കക്കാരിങ്ങനെ തിരിഞ്ഞു കിടക്കും, അത് വയ്യായിട്ടാണ് പാവം, ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ ക്രമേണ അയാളുടെ ഭാര്യയോ അയാളുടെ ഭർത്താവോ ആ സ്ത്രീൻ്റെ ഭർത്താവോ ഒക്കെ മാത്രമായിരിക്കും, വീട്ടിലെ ലൈറ്റുകളൊന്നും തെളിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രശ്നത്തോട് താദാത്മ്യം പ്രാപിക്കുക നമുക്ക് മലയാളത്തിൽ പറയാം. ഇതേ അവസ്ഥയാണ് നമ്മുടെ കുട്ടികൾക്ക് സാമൂഹിക തിന്മകളോട് ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ തിന്മകളോട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ സംഭവമാക്കി മാറ്റാൻ, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരാണും തമ്മിൽ, ഒരു പെണ്ണും തമ്മിൽ ഒന്നിച്ചിടപെടുന്നത് പോലെ ആക്കാനുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിലൂടെ നടക്കുന്നത്. എന്തിനോടും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് കൊണ്ടുവരുന്നത്. അപ്പം അതിനുപയോഗിക്കുന്ന കുറച്ച് ടൂളുകൾ ഞാൻ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇതൊരു പുതിയ കാലമാണ്. പുതിയ കാലത്ത് പുതിയ രീതിയാണ് ഉണ്ടാകുക. അപ്പം നമ്മളെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എവിടെ നിന്നാണ് പഠിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് റീലുകളിൽ നിന്നാണ് പഠിക്കുന്നത്, ഷോർട്സിൽ നിന്നാണ് പഠിക്കണത്, ഫിലിംസിൽ നിന്നാണ് പഠിക്കണത്, സിലബസിൽ നിന്നാണ് പഠിക്കണത്, ടീച്ചേഴ്സിൽ നിന്നാണ് പഠിക്കണത്, ഫ്രണ്ട്സിൽ നിന്നാണ് പഠിക്കണത്. അങ്ങനെ അവരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള ടൈം ലൈനുകളിൽ നിന്നാണ് പഠിക്കണത്. ഒരേ സാധനം വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത കോലത്തിൽ, വ്യത്യസ്ത സമയത്ത്, വ്യത്യസ്ത പിന്നെ രൂപത്തിൽ ഇങ്ങനെ അവരുടെ മുന്നിൽ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ നമ്മളായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സാധനവും ഇങ്ങനെ അഴിഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ പുതിയ കാലമാകുമ്പോൾ പുതിയൊരു കോലം വേണം. പിന്നെ രണ്ടാമത്തെ പഠിപ്പിക്കും. ഇതിൽ നിന്ന് വരെ തടയണ ഒരു പോയിന്റ് എന്തായിരിക്കും? മതമായിരിക്കും. മതം എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികളുടെ ഫോട്ടോയുടെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഫോട്ടോൻ്റെ കൂടെ, ദുൽഖർ സൽമാൻ്റെ ഫോട്ടോൻ്റെ കൂടെ, അല്ലെങ്കിൽ മെസ്സിയുടെ ഫോട്ടോൻ്റെ കൂടെ ഉണ്ടാകും. മതമല്ല, മനുഷ്യത്വമാണ് വലുത്. ഇയാളിലെ മനുഷ്യനെയാണ് കാണേണ്ടത്. നമുക്ക് തോന്നും ഈ ഡയലോഗൊക്കെ ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടാക്കണേ? ഇതിങ്ങനെ കുറേ കേട്ടുവരും. ഇപ്പുറത്ത് പറയും മതം എന്ന് പറഞ്ഞാൽ കുറേ അരുതുകളാണ്, അങ്ങനെ അരുത്, ഇങ്ങനെ അരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുട്ടികളങ്ങനെ പിരികേറ്റുന്നത്, നീ ഒരു സ്വതന്ത്ര മനുഷ്യനാണ്, നിനക്ക് നിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്, നിനക്ക് നിൻ്റെതായ വീക്ഷണം വേണം, നീ പിന്നെ മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ബോഡി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിൽ ഈ കുട്ടികളൊക്കെ നേരാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യം എന്താ? അവരെ ശരിയായ ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉപദേശം ആവശ്യമില്ല. സദാചാരം പടിക്ക് പുറത്ത്. കൊല്ലം SN കോളേജിലെ പ്രിൻസിപ്പാള് കുട്ടികൾ ടൂർ പോയപ്പോൾ ഒരു സർക്കുലർ പുറത്തിറക്കി. ബോയ്സ് മുന്നിലിരിക്കുക, ഗേൾസ് പിന്നിലിരിക്കുക. ബോയ്സിൻ്റെ അടുത്തേക്ക് ഗേൾസോ, ഗേൾസിൻ്റെ അടുത്തേക്ക് ബോയ്സോ പോകരുത്. ഫുൾ ലൈറ്റ് ഓഫാക്കി വണ്ടിയിൽ യാത്ര ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈഡ് ലൈൻ വന്നപ്പോൾ അന്ന് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, വിദ്യാർത്ഥി സംഘടന വലിയ ബോർഡാണ് വെച്ച്, സദാചാരം പടിക്ക് പുറത്ത്, ഞങ്ങൾ ഉപദേശിക്കാൻ ആരും വരണ്ടെന്നാണ്. അപ്പം ഞാൻ പറയണത് ഞാനീ പറഞ്ഞ പോയിന്റ് ഞാനിവിടെ പഠിപ്പിക്കല്ല ചെയ്യണേ, ഇത് പഠിക്കാനുള്ള ഒരുപാട് ടോക്കുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. ഇതാണ് രോഗത്തിൻ്റെ ബേസ്. കുട്ടി ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ട് ചോദിക്കേണ്ട കാര്യം, ഉമ്മാൻ്റെ കുട്ടിയായിട്ടൊക്കെ നടന്നു, ഇത് പുതിയ കാലല്ലടോ, ഇത് പുതിയ കാലല്ലേ, ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഇങ്ങനത്തെ ഒരു വലിയ ട്രാക്കിംഗ് യഥാർത്ഥത്തിൽ കുട്ടികൾക്കിടയിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാം. എൻ്റെ സ്വാതന്ത്ര്യം, പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം. ലഹരിയെക്കുറിച്ച് പണ്ട് നമ്മൾ ക്ലാസ് എടുത്തിരുന്നത് എങ്ങനെയാണ്? കരളിന് ഇന്ന പ്രശ്നം വരും, തലച്ചോറിന് ഇന്ന പ്രശ്നം വരും, ഒരു മനുഷ്യൻ്റെ മൊത്തം ഒരു ബോഡിയുടെ ഇതിങ്ങനെ കാണിച്ചിട്ട് ഇന്ന് പ്രശ്നം വരുന്നത് ഇങ്ങനെ അടയാളപ്പെടുത്തിയ, ലഹരി ഉപയോഗിച്ചാൽ വരുന്ന അടയാളപ്പെടുത്തിയ സാധനം ഇങ്ങനെ കാണാം. അപ്പോഴത്തെ കുട്ടികളെന്താ ചിന്തിക്കുക അറിയോ? വളരെ ശരിയാണ്, ഓൾറെഡി ആകെ പോകാനുള്ളതാണ്, ഉള്ള കാലം നല്ല ഉഷാറാക്കുക, വയസ്സാണവരെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള കാലത്ത് നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി. അപ്പോൾ 2 പേക്കൊക്കെ അടിച്ച് ഒന്ന് നല്ലൊരു വൈബിൽ നടക്കുകയാണ് വേണ്ടതെന്ന് അവിടേക്കാണ് ഗൈഡ് ചെയ്ത് യഥാർത്ഥത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഞാൻ പറയണത് ഇതൊക്കെ നമുക്ക് വാർത്തകളാണ്. ഇന്ന് കാണുന്നതെല്ലാം നമുക്ക് വാർത്തകളാണ്. പക്ഷേ ഇന്ന് വാർത്തകളായി കാണുന്ന ഏതും നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായി സംഭവിക്കുന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ഇപ്പം നമ്മുടെ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടേബിൾ ടോക്കുകളും ടോക്ക് ഷോകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോക്ക് ഷോകളിലൊക്കെ പങ്കെടുത്ത
ചില ആളുകളൊക്കെ ഷെയർ ചെയ്തത് ഒരു വിമുക്തിയുടെ ലഹരി വിമുക്തി പ്രക്രിയ ഗവൺമെന്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വിമുക്തി മിഷന്റെ ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നൊരു കുട്ടി, പെൺകുട്ടി, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിയാണ്. അവൾ ഫുൾ അഡിക്റ്റാണ്, ലഹരി അഡിക്റ്റാണ്. അവൾ അഡിക്റ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ പീരീഡിലെ അവളുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവളിങ്ങനെ ബെഞ്ചിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നല്ലൊരു മെഡിസിൻ ആണെന്ന് പറഞ്ഞു. സാധനം കൊടുത്തു, പെട്ടെന്ന് അവൾ റെഡിയായി. പിന്നെ അടുത്ത മെൻസ്ട്രേഷൻ വന്നപ്പോൾ ഇവളെന്നെ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു. പിന്നെ ഈ സാധനം ഒഴിവാക്കാൻ പറ്റാതായി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ വരിക്കും വേണമെങ്കിൽ ഇങ്ങനെ ഒരു വഴി ഇതെത്താം. നമ്മളെ കുട്ടികളും സേഫല്ല, നമ്മളെ കുട്ടി ഇത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ച് ഉപയോഗിക്കണതല്ല. കാമുകൻ ചുങ്കിൻ്റെ ഉള്ളിൽ സാധനം വെച്ചു കൊടുത്തിട്ട് കുടുങ്ങിയ കുട്ടി, ഞാൻ എൻ്റെ ടോക്കിൽ പലപ്പോഴും പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശനി ഞായറും മാത്രം മോൾക്ക് പ്രശ്നം, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ഇല്ലാത്ത ദിവസം മാത്രം പ്രശ്നം. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലഹരി കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം എന്താണ്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവൾക്ക് ചെറിയ അളവിൽ ചുയിങ്കത്തിൽ വെച്ചിട്ട് ഇത് കൊടുക്കും, അവന് ഇവളായിട്ട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ ഇത് വരാം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ലഹരി, ഇനി നിങ്ങൾ നോക്ക്, ഇപ്പം ആത്മഹത്യ, നമ്മുടെ വീട്ടിലേക്ക് കയറി ഒന്നൂടെ. എന്നും സംസാരിക്കുന്ന ക്ലാസ്സിലൊരു സുഹൃത്ത്, അങ്ങനെ മാത്രമേ അവൾ കണ്ടതുള്ളൂ. വിവാഹം കഴിഞ്ഞപ്പോൾ അവളും അവളുടെ ഭർത്താവും ഊട്ടിയിലേക്ക് ടൂർ പോയി എന്നറിഞ്ഞ് ഇവനും പിന്നാലെ വരികയാണ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചിറക്കിയിട്ട് അവളുടെ കൂടെ ഒന്നിച്ചെടുത്ത സെൽഫികൾ കാണിച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടികളോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയണം, എല്ലാവരും കൂടി ഇങ്ങനെ സെൽഫിക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല, പക്ഷേ അയാൾ അങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിട്ടാണ്. ഇവൾ എൻ്റെ ജീവിതത്തിലേക്കുള്ള പാർട്ട്ണറാണ്, ക്രമേണ ഇവളെ എൻ്റെ കൂടെ നിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അൺഎക്സ്പെക്റ്റഡ്ലി ഒരു വെക്കേഷനിൽ കല്യാണം നടന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് ഇയാൾ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇവനെ വിളിച്ചിട്ട് ഇറക്കിയത് കാണിച്ചു കൊടുക്കണേ. അവനൊന്നും പറഞ്ഞില്ല, അവളെയും കൊണ്ട് നേരെ വീട്ടിലൊന്നാക്കി ഡിവോഴ്സ് ലെറ്റർ കൊടുത്തു. 1-ാം ദിവസം കല്യാണം, 2-ാമത്തെ ദിവസം അവരുടെ ട്രിപ്പ്, 3-ാമത്തെ ദിവസം ഡൈവോഴ്സ്, 4-ാമത്തെ ദിവസം അവൾ സൂയിസൈഡ് ചെയ്തു. നമ്മളെ വീട്ടിലും സൂയിസൈഡ് വരാമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്ത് കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും, ഇപ്പം കേരളത്തിലൊരു ക്യാമ്പസിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ വിങ്ങുണ്ട്. അപ്പോൾ ആ വിങ്ങിലെ കുട്ടിയും അവളുടെ ഭർത്താവും ഒരു മഹ്റമ് വേണമല്ലോ യാത്രക്ക്, അവിടുത്തെ പെൺകുട്ടികളെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു പെൺകുട്ടികളുടെ ക്ലാസ് ഉണ്ടായിരുന്നു, ആ ക്ലാസ് ഞാനാണ് എടുത്തത്. ആ ക്ലാസ് ഞാൻ എടുക്കുക ആകെയുള്ള കാരണം എന്താണ്, പെൺകുട്ടികൾ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കണമെന്നാണ്. ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് പോകുന്നു, എന്താണ് എക്സ്പീരിയൻസ്, അതാണ് ആ കുട്ടികളുടെ ഉള്ള ചർച്ച എന്നാണ് പറയുന്നത്. എല്ലാ എക്സ്പീരിയൻസും നമുക്ക് വേണമെന്നാണ്, എല്ലാ എക്സ്പീരിയൻസും നമുക്ക് വേണം. അപ്പം ഇങ്ങനെ ഏതും നമ്മുടെ മുന്നിലേക്കും നമ്മുടെ ഉള്ളിലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഓരോ വീട്ടിലുണ്ട്. ഒരു ആക്സിഡന്റ് പോലെയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഒരാളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ദീർഘമായ മണിക്കൂറിൽ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഡ്രൈവർക്ക് വരുന്ന മില്ലി സെക്കൻഡിലെ അശ്രദ്ധയാണ് ഒരു ആക്സിഡന്റ് രൂപപ്പെടുത്തുന്നത്. ഇതേപോലെയാണ് നമ്മുടെ മക്കളും നമ്മളും, മക്കൾ മാത്രമല്ല നമ്മളും ഒക്കെ ഇത്തരം ഒരു സാമൂഹിക പരിസരത്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എനിക്ക് നിങ്ങളെ ദുബൈൻ്റെ അല്ലെങ്കിൽ UAE കോണ്ടെക്സ്റ്റ് എന്ന് പറയാൻ കഴിയും. സ്വന്തം ഭാര്യ വീട്ടിൽ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, ആ സഹോദരൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അഫ്വാൻ ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ സ്വന്തം ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ മക്കളൊക്കെ അങ്ങനെ നോക്കി ഉഷാറിൽ പോണ ഒരു മനുഷ്യൻ കോവിഡ് കാലത്ത് ചെറിയൊരു സമയം കിട്ടി, അയാൾ ജംഗിൾ റമ്മിയാണ് കളിച്ച് അവസാനം അയാളുടെ ഭാര്യൻ്റെ കമ്മൽ അയാൾ എടുത്ത് വിറ്റു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നതും ആ സഹോദരിയോട് സംസാരിക്കേണ്ടി വരുന്നതൊക്കെ. ഈ കോവിഡ് കാലത്ത് ഇസ്ലാഹി സെൻ്ററിലെ ക്ലാസ്സുകളൊക്കെ നിന്നപ്പോൾ അങ്ങനെയൊക്കെ കളിച്ച് ഭാര്യൻ പിടിക്കുകയാണ് അവസാനം. എന്തറിയോ, ഭർത്താവ് പലരായിട്ടും ചാറ്റ് ചെയ്യണതും ആ ചാറ്റ് ചെയ്യണ ആളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പോണതും റൂം ബുക്ക് ചെയ്യണതൊക്കെ ഭാര്യൻ പിടിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കണ്ടിട്ട് ആ ഒരു വൈകാരികതയിലാണ്ട് അയക്കാണ്. അപ്പൊ ഭാര്യ മെസ്സേജ് അയച്ചത് അയാൾ കണ്ടിട്ട് അയാളും പിന്നെ അയക്കാണ്, സംഗതി പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ പറയണത്, ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോ നമ്മളാരും സേഫ് അല്ല. പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരു ചർമ്മത്തിന് ഒരു പ്രത്യേകതര അസുഖം വന്നപ്പോൾ ഭാര്യ പോയി കണ്ടപ്പോൾ ഇത് വേശ്യകൾക്ക് വരേണ്ട അസുഖമാണ്, നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നാണ് ഡോക്ടറുടെ വാദം. അവസാനം എന്താ അറിയോ, KSRTC ബസ് ഇറങ്ങി ജസ്റ്റ് ബൈക്ക് എടുക്കുന്നിടത്തേക്ക് പോണ 100 മീറ്ററിന്റെ ഇടയിൽ അയാളെ ഇൻവൈറ്റ് ചെയ്യുന്നു. റോട്ടിൽ സ്ഥിരം കാണുന്ന ചില ആൾക്കാരുണ്ടാവും നാട്ടുപുറത്തൊക്കെ ടൗണിലൊക്കെ, അതിമേള പെടുന്നു. ഞാൻ പറഞ്ഞ, ഞാനോ നിങ്ങളോ നമ്മളാരും ഇന്നത്തെ കാലത്ത് മക്കളോ ആരും സേഫ് അല്ല. നമ്മൾ നന്നായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽപ്പെടാവുന്ന വിധമുള്ള പല രോഗാണുക്കളും നമ്മുടെ കാഴ്ചയിലൂടെ
നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ സ്ക്രീൻ ടൈമിനിടയിലൂടെ ആണിനും പെണ്ണിനും ഒക്കെ കിട്ടിപ്പോണ്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പ്രായോഗിക തലത്തിലുള്ള ചില നിർദ്ദേശങ്ങളിലേക്കാണ് വരുന്നത്. അതിലൊന്ന്, സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഒരു ഫീൽ എന്താണ്? അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നമുക്കൊരു കോള് വന്നു സ്കൂളിൽ നിന്ന്. മോളിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വീണിട്ടുണ്ട്, അവളെ ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ കാറും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ മനസ്സ് വേറെ എവിടെ ഉണ്ടാവില്ല, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ICUവിൽ പോയി ICUവിൻ്റെ ചെറിയ ഹോൾസിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ തല പൊട്ടി വെള്ളത്തുണിയിൽ ചുറ്റിയ ആ തലയിൽ ഇങ്ങനെ രക്തം പടർന്ന് കിടക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ലോകത്തെ എല്ലാം മറന്ന് നമ്മളെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കുന്നത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മളെന്താണ് ആഗ്രഹിച്ചത്? അങ്ങ് ഇറാഖിൽ നിന്ന് മക്കയിലെത്തി കഅബാലയത്തിൽ സ്വന്തം കുട്ടി ഹൽക്കയിലിരുന്ന് ഹിഫ്ള് പഠിക്കുമ്പോൾ ആളുകൾ കൊടുത്ത ഹദിയയുടെ കാരക്ക കഷ്ണങ്ങൾ കടിച്ചു തിന്ന് പട്ടിണി കടിച്ചമർത്തി സ്വന്തം കുഞ്ഞിന് കാവലിരുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മയെ നമ്മൾ ചരിത്രത്തിൽ ഓർക്കുന്നുണ്ട്. അവർക്ക് കുട്ടിയെക്കുറിച്ചുള്ള കിനാവായിരുന്നു അത്. നമ്മളെ കിനാവ് എന്താണ്? അതിഥികൾ വന്നപ്പോൾ ഭക്ഷണത്തിൽ പൂയി വാരിയിട്ട മകനെ നിന്നെ പരിശുദ്ധ ഹറമിലെ ഇമാമാകട്ടെ പടച്ചോനെന്ന് പ്രാർത്ഥിച്ച ഷേഖ് സുദൈസിന്റെ ഉമ്മയുടെ ജീവിതവും ജീവചരിത്രവും അദ്ദേഹം പങ്കുവെച്ചത് എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മളെ പ്രാർത്ഥന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയതിന ഖുറത അയുൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഫീലിംഗ് എന്താണ്? നമ്മളെ ഫീലിങ്ങിനും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചാണ് പടച്ചോൻ തരിക. യഥാർത്ഥത്തിൽ 3 പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണെന്നാണ്. പക്ഷേ ഒരു മുഴം കയറിൽ നമ്മുടെ കുട്ടി തൂങ്ങിയാടുന്ന ഒരു നിമിഷത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? 18 പൂർത്തിയായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു ദിവസം എൻ്റെ മോൾക്കുണ്ടാകുന്ന നമ്മളാരും വിചാരിച്ചിട്ടുണ്ടോ? നടന്ന കുടുംബങ്ങളിൽ ഒരു രക്ഷിതാവ് വിചാരിച്ചിട്ടില്ല, ഒരാൾ വിചാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു ആക്സിഡന്റ് പോലെയാണെന്ന് പറഞ്ഞാൽ അതാണ്. ആ കുട്ടി എന്നെ വിചാരിച്ചിട്ടില്ല, ഇല്ലേ? ആ കുട്ടി എന്നത് വിചാരിച്ചിട്ടില്ല. ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി വഴിയിൽ വെച്ച് പിടിച്ച് അങ്ങനെ നമ്മളെ മുന്നിൽ വരികയാണ്. വരുമ്പോൾ ഒരു 6-7 മിനിറ്റ് മാത്രം ആ കുട്ടീനോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി വെച്ചൊരു ചോദ്യം എന്താ അറിയും? ഇതെനിക്ക് ഇന്ന് രാവിലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ പോകൂലായിരുന്നല്ലോ. ഇതൊരു യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ. ഇവിടെ ഇങ്ങനെ ഒരാളുമായിട്ട് ഒരു ലോൺലെസ്സിൽ, ഒരു ഏകാന്തതയിൽ ഒരു ബോയും ഒരു ഗേളും തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പോകാനുള്ളൊരു പ്രേരണ ശരീരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ ശരിക്കും സെറ്റാക്കുക എന്നുള്ളത് തന്നെയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരുപാട് അധ്യാപനങ്ങൾ കൊടുത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മോനെ അദ്ദേഹം വിചാരിക്കുന്ന റൂട്ടിൽ വളർത്താൻ പറ്റാത്തൊരു രംഗം വന്നപ്പോൾ അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിച്ചെന്താ അറിയോ? ഇനി അജസ്തു അൻ തഅദീബി വലദി, എൻ്റെ മോനെ വളർത്തുന്നതിൽ ഞാൻ അശക്തനാണ്. ഫഅദ്ദിബ്ഹു ലി, പടച്ചവനെ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? എൻ്റെ മോനെ ഒന്ന് വളർത്തിത്തരണം. ഇത് ഉദ്ധരിച്ച ആളുകൾ പറഞ്ഞത് കാണാം. ഞാൻ സുഹുദിന്റെ വിഷയത്തിലും വറഇന്റെ വിഷയത്തിലും ഭക്തിയുടെയും ജീവിതത്തിലെ എന്താ പറയുക സൂക്ഷ്മതയുടെയും ഒക്കെ കാര്യത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ആള് ഫുളൈൽ ഇബ്നു ഇയാദാണ്. പക്ഷെ മൂപ്പരെക്കാളും വലിയൊരാളെ ഞാൻ കണ്ടത് മൂപ്പരെ മോനെ മാത്രമേ ഉള്ളൂ എന്നാണ്. അത് ദുആയാണ്. പടച്ചോനെ നമ്മൾ അങ്ങനെ പറഞ്ഞ പടച്ചോനെ എന്ത് തരും. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ഈ റെക്കോർഡിങ്ങും കാര്യമൊക്കെ ചെയ്യണേ നമ്മളൊരു സുഹൃത്തുണ്ട്. ഇപ്പോൾ നമ്മളെ മലപ്പുറം കോൺഫറൻസിൽ ഏറ്റവും പ്രധാന ക്യാമറ മൂപ്പര കൈകാര്യം ചെയ്തിരുന്നത്. മൂപ്പര് ജനിച്ച് 3-ാമത്തെ ദിവസം ഉമ്മ മരിച്ചു. അപ്പോൾ മൂപ്പര മൂത്ത ജ്യേഷ്ഠൻ, നമ്മളെ ആളുകൾക്കൊക്കെ അറിയണ നമ്മളെ സംഘടനയിലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലൊക്കെ ഉള്ള ഒരാളാണ് മൂപ്പര ജ്യേഷ്ഠൻ, നമ്മളെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ മൂപ്പരാണ് മൂത്ത കുട്ടി. ഒരു 11 വയസ്സാണ് ഏറ്റവും മൂത്ത കുട്ടിക്ക്. ഏറ്റവും ഇളയ കുട്ടിക്ക് 3 ദിവസം പ്രായം. ഇതിൻ്റെ ഇടയിൽ 3 കുട്ടികളുള്ള ഒരു ഉമ്മ മരിച്ചു കിടക്കണ ഒരു വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ പന്തലിൻ്റെ അവിടെ കെട്ടിയ ടാർപോളിൻ്റെ താഴെ കസേരയിൽ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഉള്ളിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്. കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ 3 ദിവസം പ്രായമുള്ള കുട്ടി കരയുന്നത് പാലിനാണ്. അപ്പോൾ അവിടെ കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ ഈ കുട്ടിയുടെ വല്യമ്മനോട്, മരിച്ച സ്ത്രീയുടെ അമ്മനോട്, ആ വല്യമ്മക്ക് ഉള്ള കുട്ടി 17 വയസ്സാണ്, എന്നാൽ 15 കൊല്ലം മുമ്പായിരിക്കും ഒരു പാൽ കൊടുത്ത് ഇജോട് കൊടുത്തലാറുണ്ട് വൈകാരികമായിട്ട്. അപ്പോൾ ഈ ഉമ്മ ഇത് പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ വെച്ചെടുത്തു. ആ കുട്ടി വലിച്ചാണ് കുടിച്ചു. ഞാനിത് എന്തിനാന്ന് അറിയാം, ആളെ പറഞ്ഞ എന്തിനറിയും, ഇത് ഞമ്മക്ക് ചിലപ്പോൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അയാളോട് ചോദിക്കാലോ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, അവിടെ ഒരു ബയോളജി അവിടെ അല്ല. അവിടെ ആ
എന്താ പറയുക, നടന്ന വീട്ടിലുള്ള മനുഷ്യരുടെ ഉള്ളിലെ പടച്ചിലാണ്. ആ കുട്ടിയുടെ പട്ടിണിയും സങ്കടവും അവസ്ഥയൊക്കെ പടച്ചോൻ്റെ മുന്നിലാണ് വെച്ചാൽ പിന്നെ ഒന്നുമില്ല. പ്രകൃതി നിയമങ്ങളോ ഒന്നും പടച്ചോൻ്റെ മുന്നിൽ പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കുട്ടി വല്യമാൻ്റെ പാല് വലിച്ചാണ് കുടിച്ചു. അത് അവന് കിട്ടിയ പാലാണ്. അവൻ നിർത്തണം എന്നേ ഞാൻ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. പടച്ചോ നമ്മൾ ചോദിച്ചാൽ തരും. പക്ഷേ അങ്ങനെ നമ്മൾ ചോദിക്കലുണ്ടോ എന്നുള്ളതാണ് വിഷയം. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം ഒരു കോള് വന്നു. നമ്മളൊരു സജീവ കുടുംബത്തിലെ ഒരു കുട്ടി വാപ്പാനോടും മാനോടൊന്നും പറയാതെ നേരെ നാട്ടിൽ വന്ന് ഇറങ്ങി. ഒരുപാട് കെണിയിലും കേസിലും പെട്ട പയ്യനാണ്. അപ്പോൾ ആ ഉമ്മ ചോദിച്ചെന്താ അറിയോ, മൗലവി എൻ്റെ മോൻ മരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമോ? കാരണം അവന് ഞങ്ങളുടെ വീട്ടിലുള്ള ദിവസം എൻ്റെ പെൺകുട്ടികളെ എൻ്റെ സുരക്ഷിതത്വ പ്രശ്നമുള്ളതുകൊണ്ട് വാതിൽ കുറ്റിട്ട് ഉറങ്ങണ അമ്മയാണ് ഞാൻ. സ്വന്തം മകനെ പേടിച്ചിട്ട് വാതിൽ കുറ്റിട്ട് ഉറങ്ങണ അമ്മയാണ്. എനിക്ക് എൻ്റെ മോനെ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, അത് അറിയാൻ വേണ്ടി മാത്രം വിളിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര വൈകാരികമായി നിൽക്കുന്ന ഒരു ദിവസത്തിലോ നിമിഷത്തിലോ നിങ്ങൾ സുജൂദിൽ വീണിട്ടേ നിങ്ങളെ മോനെ നല്ല സ്വാലിഹായ ഒരു കുട്ടിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവനാണ് ശരിയാക്കുമെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ആ സ്ഥലത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു വർഷം കഴിഞ്ഞ് എത്തുമ്പോൾ അവരുടെ ഭർത്താവ് എന്നെ വന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാളെ വാപ്പയാണ്, മോന് ഭയങ്കര ഉഷാറായി. പിന്നെ ഈ കുട്ടി പിന്നെയും പോയി, പിന്നെയും കുറച്ചും കൂടിയൊക്കെ ഒരു സുഖമില്ലാത്ത അവസ്ഥയ്ക്ക് പോയി. അവർ നല്ല പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കണവന് എല്ലാം ഒഴിവാക്കി. ഞാൻ നമ്മളെ ജാമ്യ അൽ ഹിന്ദിൻ്റെ കോൺഫറൻസിൻ്റെ അന്ന് ആ കുട്ടീനെ കണ്ടു. ജാമ്യ അൽ ഹിന്ദിലല്ല പഠിക്കണത്, ഞാനത് അങ്ങനെ തന്നെ ക്ലാരിറ്റി പറയട്ടെ. അപ്പം ഞാൻ പറയണത്, നമ്മൾ നമ്മളെ മക്കളുടെ കാര്യത്തിൽ എത്രത്തോളം പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ പഠിച്ചു ചോദിച്ചാലേ തരുള്ളൂ. നിങ്ങൾ നോക്കൂ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അദ്ദേഹം മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം പടച്ചോനെ പ്രകീർത്തിക്കുന്ന ഒരാളല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ആ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹം കഴിയുമായിരുന്നു. അതിൻ്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാം. പ്രയാസമുള്ള കാലത്തും സന്തോഷമുള്ള കാലത്തും ഒരേപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയത്. അപ്പം നമ്മൾ കുടുങ്ങുമ്പോൾ മാത്രം പടച്ചോനെ എന്ന് വിളിച്ചാൽ പോരാ, പരീക്ഷ വരുമ്പോൾ മാത്രം കുട്ടികൾ പ്രാർത്ഥിച്ചാൽ പോരാ, ഇന്റർവ്യൂവിന് പോകണം അന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. എന്നും ഒരു ലെവൽ നിലനിർത്തണം, പടച്ചോനായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തണം. രണ്ടാമത്തെ തഫ്സീർ എന്താ? അത് അദ്ദേഹം പടച്ചോനോട് ഇസ്തിഗ്ഫാർ നടത്തി ചോദിച്ചു, പടച്ചോനെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ചിലത് പടച്ചോൻ ചോദിച്ചാലേ തരുള്ളൂ, ചോദിച്ചിട്ടില്ലെങ്കിൽ തരൂല. ഇഷ്ടം പോലെ നമുക്ക് ചോദിക്കാതെ തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന തന്നെയാണ് ഞാൻ പറയുന്നത്. രണ്ട്, നമ്മുടെ നിലപാട് ഭയങ്കര പ്രധാനമാണ്. നാട്ട വളഞ്ഞ നേല് വളയും. അതായത് വളരെ ചെറിയ പ്രായം മുതൽക്ക് നമ്മുടെ സ്ക്രീൻ, ഒറ്റ ഉദാഹരണം പറയാം, നമ്മൾ കുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥ നമ്മളെ സ്ക്രീനിനുണ്ടോ, നമ്മളെ കുട്ടിക്ക് പ്രശ്നമുണ്ടോ? നമ്മളെ സംസാരത്തിലും വർത്തമാനത്തിലും ഒക്കെ മോശമായ ഡയലോഗുകൾ ഉണ്ടോ, അത് നമ്മളെ കുട്ടി പഠിച്ചിരിക്കും. ആത്മവിമർശനവും ശക്തമായ പരിശോധനയും വേണം, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, സൗഫയതി അല ഉമ്മത്തി സമാനുൻ അൽ മുഹാഫിദു ഫീഹി അലാ ദീനിഹി കൽ ഖാബിൽ അലൽ ജംറ. നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിക്ക് കയ്യിൽ എന്താ പറയുക, ഒരു തീക്കട്ട പിടിക്കേണ്ടുന്നൊരു സാഹചര്യം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ നല്ലോണം ഗൃഹപാഠം ചെയ്ത് ഹോംവർക്ക് ചെയ്ത് തന്നെ മക്കളുടെ വിഷയത്തിൽ, അവർ വളർന്നു വരുന്ന വിഷയത്തിൽ തീരുമാനം എടുക്കണം. കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ഡാൻസിന് കൂടട്ടെ. അപ്പം നമ്മളിങ്ങനെ പറയണത്, ചെറിയ കുട്ടിയല്ലേ, കൂടിക്കോട്ടെ, പ്രശ്നമല്ല അല്ലേ? യഥാർത്ഥത്തിൽ അവിടെ ഒരു പാഠം കൂടി പഠിപ്പിക്കേണ്ടിയിരുന്നു. LKG നമ്മളോട് മോള് വന്നിട്ട് പറയണം, ഇങ്ങനെ ഇപ്പോൾ ചെറിയ ഡാൻസ് ഉണ്ട്, ഞാൻ കൂട്ടട്ടെ, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ ആ ഡാൻസിൻ്റെ ഭയങ്കര പോയിന്റുകളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഭയങ്കര പ്രതിസന്ധി നമുക്കുണ്ട്. പള്ളിയിൽ പരിക്ക് കുറഞ്ഞ് ഒന്നിന് ചിലപ്പോൾ അവളോട് കൂടാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മൾ അവളെ ബോധ്യപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിത് പറ്റൂല, ഇങ്ങനെയൊക്കെയാണ്. അടുത്ത വർഷം അവൾ നമ്മളോട് ചോദിക്കൂല, അവളെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ ഈ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ നോക്കാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ പരീക്ഷണമോ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ശരിക്കും നമ്മൾ ചങ്ക് പൊട്ടണ വല്ലാത്ത അവസ്ഥകളുണ്ടാവും. 18 വയസ്സായൊരു കുട്ടി പാപ്പാൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് പോൺ വീഡിയോസാണ്. പാപ്പാക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ക്ലീൻ ചെയ്യാനും ഇതിനൊന്നും അറിയില്ല. അപ്പം അത് കണ്ടൊരു മോൾ, ഉമ്മാനോട് ഇത് പറയാൻ പറ്റില്ല. ആ കുട്ടി പറഞ്ഞത് അറിയോ, എൻ്റെ വാപ്പാനങ്ങൾക്ക് അറിയില്ല ഉസ്താദ്, അത്ര ഉഷാറാണ് മൂപ്പര്, അത്ര ഉഷാറാണ്. ഞാൻ വിചാരിച്ചത് ഞങ്ങളെ നാട്ടിലെ ഏറ്റവും ദീനുള്ള കുടുംബം ഞങ്ങളാണെന്നാണ്. കാരണം ഞങ്ങളെ വാപ്പിയും ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയത്. ആ 18 വയസ്സ് +2ൻ്റെ പരീക്ഷ ചെയ്താണ് അവളിപ്പോൾ.
ഞാനിത് നിങ്ങൾക്ക് വോയിസ് ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഫോൺ ഓഫ് ആക്കി വെക്കും, ഞാൻ വായിക്കാനിരിക്കുകയാണ്, പ്ലസ് ടുവിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവരുടെ ക്ലാസ് കിട്ടിയത്. പക്ഷേ ഉപ്പാനെ ഞാൻ തിരുത്താൻ പറ്റും, ഉപ്പാനോട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉമ്മാനെ അറിയിക്കാൻ പറ്റും, പാപ്പാനായി തെറ്റിൽ തന്നെ എനിക്ക് ഉപ്പാനെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ നാട്ട വളഞ്ഞാൽ നേല് വളയുന്നുള്ളൊരു അടിസ്ഥാനത്തിലുണ്ട്. LKG പഠിക്കുന്ന കുട്ടി ഒരു വളരെ സെക്സലി ആളുകൾ ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ ചെയ്യുന്ന പോലത്തെ ആക്ഷൻസാണ് ക്ലാസ് മുറി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്കൂളിലെ മാഷോട് അവിടുത്തെ ഒരു KG ക്ലാസ്സിലെ ടീച്ചർ വന്ന് പറയുമ്പോൾ ആ കുട്ടീനെയും കൊണ്ട് ഇങ്ങനെ നടന്ന് കുട്ടി അവിടുന്ന് കണ്ടറിയും. വാപ്പ കണ്ടുവെച്ച വീഡിയോൻ്റെ ബാക്കി കുട്ടി തുറന്നാണ്, കുട്ടി അതൊരു ഗെയിമായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത്ര തന്നെ ചിലപ്പോൾ തീവ്രമാവില്ല, വിഷയങ്ങൾ നമ്മുടെ അടുത്തുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഞാൻ ഒന്നുകൂടി വേഗത്തിൽ പോവുകയാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം, പാരൻറ്റിങ് പഠിക്കണം. ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, കുക്കിംഗ് പഠിക്കുന്നുണ്ട്, ചെയ്യണ ജോലിയൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പാരൻറ്റിങ് മാത്രം കുട്ടീനാണ് കിട്ടുന്നതോടുകൂടെ പാരൻ്റ് ആകലാണ്. അത് വായുവെന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ വിജ്ഞാനമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. പാരൻറ്റിങ് പഠിച്ച ആൾക്കാരൊന്ന് കയ്യൊതിക്കും. പാരൻറ്റിങ്ങിൻ്റെ എന്തെങ്കിലും കോഴ്സിൽ ചേർന്നവരോ കോഴ്സ് സ്വീകരിച്ചവരോ മാഷാ മബ്രൂക്ക്. പാരൻറ്റിങ് ഇവിടെ ഏറ്റവും നന്നായി പാരൻറ്റിങ്ങിൽ ക്ലാസ്സുകളുള്ള ഏറ്റവും യൂസുള്ള ആൾക്കാർ എന്ന് പറയുന്നത് വിസ്റ്റത്തിൻ്റെ സ്കോളേഴ്സിനാണ്. നമ്മൾ ചെയ്ത അത്ര വർക്കുകൾ ഇപ്പം ആരിസ് മൗലിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഉള്ള സ്നേഹക്കൂടുകൾ ഏകദേശം ഒരു 300-ലധികം എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസും അൽഹംദുലില്ലാ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വ്യൂസ് നമുക്ക് കറക്റ്റ് നോക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ അടുത്തുള്ള മൊത്തം മെമ്പർമാരുടെ നമ്പേഴ്സ് നമ്മുടെ അടുത്തൊരു ആപ്പിലുണ്ട്. ഇവിടെ പീസ് റെഡിൽ വന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ പുറത്തേക്കാണത് പോണേ, നമ്മുടെ ഇന്നറിലേക്ക് ഇത് ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പം എന്താണ് പാരൻറ്റിങ്ങിൽ ഇത്ര പഠിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ പ്രായമാറ്റത്തിലെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളെ കുട്ടി 5ാം ക്ലാസ്സിലെത്തുമ്പോൾ മുടി ചീകുന്നുണ്ടാവില്ല, 6ാം ക്ലാസ്സിലെത്തുമ്പോൾ മുടി, 7ാം ക്ലാസ്സിലെത്തുമ്പോൾ മുടി ചീകി തുടങ്ങും, അവൻ്റെ പല്ല് പൊങ്ങുന്നുണ്ടെന്ന് അവന് തോന്നും. ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് തോന്നും. പെൺകുട്ടിക്ക് ഇത് ഇതിൻ്റെ മുമ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അത് വെറുതെ തോന്നണമല്ല, അതൊരു ഏജിൽ അവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പം എന്തെല്ലാം ഹോർമോൺ ചേഞ്ചസ് അവർക്ക് വരുന്നു. അപ്പോൾ അവരെടുത്ത് എങ്ങനെ ഇടപെടണം. അപ്പോൾ ഈ ടീനേജ് എന്ന് പറയുന്ന പ്രായത്തിൽ സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറയാം, അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇല്ല, റീസണിങ്ങും ഇല്ല എന്നാണ്. എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവിടേക്ക് ചാടിക്കൂടാ, എന്തുകൊണ്ട് ഓടുന്നൊരു ട്രെയിനിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്തുകൂടാ എന്നല്ല ചിന്തിക്കുക, എന്തുകൊണ്ട് എടുക്കണം, എന്തുകൊണ്ടത് പോസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുക. അങ്ങനത്തെ ഒരു ഫീച്ചർ കുട്ടിക്കില്ല. ഇത് വിളക്കാണ്, ഇതിൽ കൈ തൊട്ടാൽ പൊള്ളും എന്നറിയാത്ത ഒരു കാലം കുട്ടിക്കുണ്ട്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ കുട്ടിക്കില്ലാത്തൊരു സംഭവമാണെന്ത്, ഈ ടീനേജിക്ക് കിടക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര റിവഞ്ചുകളൊക്കെ എടുക്കാൻ പ്രായത്തിലാണ്. കാരണം അന്തല്ല, അതാണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നറിയില്ല. നമ്മൾ കുറേ വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഫീച്ചർ തലയിലില്ല. അതിങ്ങനെ ഉണ്ടായി വരുമ്പോഴാണ് നമ്മൾ പക്വത എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ഉണ്ടായി വരുമ്പോൾ അപ്പം അങ്ങനത്തെ ഒരുപാട് പിന്നെ ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല പിന്നെ ഇപ്പം ADHD പ്രശ്നങ്ങൾ, കുട്ടികളുടെ ഹൈപ്പർ ഇഷ്യൂ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പം നമുക്കൊക്കെ സ്കൂളിൽ ഈ കോവിഡിന് ശേഷം ഹൈപ്പർ ഇഷ്യൂ ഭയങ്കര കൂടുതലാണ്, കുട്ടികൾക്ക് വികൃതി ഭയങ്കര കൂടുതൽ. എന്താ കാര്യം, സ്ക്രീൻ യൂസേജ് കുട്ടികളുടെ ഹോർമോൺ ഘടനയെ മൊത്തം മാറ്റും. നമ്മൾ കുട്ടികളെ വളരെ ക്ലോസ് വാച്ച് ചെയ്ത് കാര്യങ്ങളായിട്ട് പോണ സംഭവം ആയതുകൊണ്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പിടിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നമ്മളെ മെഡിക്കൽ ബോർഡിൻ്റെ ഒരു ഡിസ്കഷൻ വെച്ചു. വിസ്റ്റം യൂത്തിൻ്റെ അണ്ടറിലൊരു മെഡിക്കൽ ബോർഡുണ്ട്, ഒരു നമ്മളെ സൈക്കോളജിസ്റ്റുകളൊക്കെ പങ്കെടുപ്പിച്ചൊരു ഡിസ്കഷൻ വെച്ചു. അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, കുട്ടികൾ കോവിഡ് കാലത്ത് ഇഷ്ടംപോലെ മൊബൈൽ ഉപയോഗിച്ചു, അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹോർമോണിക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ADHD കുട്ടികൾ 100 ആളുണ്ടെങ്കിൽ 40 ആൾ പൊതുവെ ADHD ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരെങ്ങനെ ക്ലിയർ ചെയ്യണം, അവരെ അടക്കി ഇരുത്താൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവർ കൂടുതൽ വയലൻ്റ് ആകും. അപ്പോൾ അവർ എൻഗേജ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം എന്താ, സ്കൂളിലെ തേങ്ങ, ഒരു സ്ഥലത്തുള്ള തേങ്ങ, ആ തേങ്ങ എടുത്തിട്ട് അങ്ങോട്ട് ഇടാൻ പറയും, ഭയങ്കര ആവേശമാണ്, അടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ തേങ്ങ എടുത്തിട്ട് അപ്പുറത്ത് ഇടാൻ പറയും. അപ്പം അങ്ങനത്തെ രക്ഷിതാക്കളെ നമ്മൾ വിളിച്ച് അവരോട് പറയും, ഇങ്ങനെ നമ്മൾ പണി ചെയ്യിക്കുന്നുണ്ടല്ലേ, മൂക്കും ചെവിയൊക്കെ പൊട്ടിച്ച് ഇവിടെ കൊണ്ടാൻ വരേണ്ടി വരും, എന്താ വേണ്ടെന്ന് ചോദിക്കും. എന്താ ചെയ്തോളൂ മാഷേ, വില കൺട്രോളല്ല വരെ 2 കൊല്ലം സഹിച്ചു കണ്ട് മക്കൾ എന്താണെന്ന് ശരിക്കും മനസ്സിലായതാണ്. ഇപ്പോൾ ഒരാളും പരാതിയിട്ടൊന്നും വരില്ല സ്കൂളിൽ, മനസ്സിലല്ലേ, ഒരാളും വരില്ല. ഞാൻ നല്ലൊരു സർവേ നടത്തിയിരുന്നു. ആ സർവേ റിപ്പോർട്ട് കറക്റ്റ് എടുത്ത് ഡിപ്പാർട്ട്മെൻറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാതാപിതാക്കളോട് പ്രശ്നം ഉള്ള കുട്ടികൾ കൈപൊക്കുക, എല്ലാവരും കൈപൊക്കി, മൊത്തം ടീം. വീട് മടുത്ത കുട്ടികൾ കൈപൊക്കി, എല്ലാവരും കൈപൊക്കി. പിന്നെ രക്ഷിതാക്കൾ നമ്മളൊരു 6 മാസം കൂടി അവധി വരികയാണെന്ന് പറഞ്ഞപ്പോൾ എന്നൊരു വിളിയാണ്. ഏത് ഹോളെന്ന് കേട്ടതേ, ഇങ്ങനെ പുതിയ സർക്കുലർ മന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്, പറഞ്ഞാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്.
അപ്പൊ നമ്മളൊരു പകല് മുഴുവൻ ഇവരെ മാനേജ് ചെയ്യുമ്പോൾ ഇത്തരം കുറെ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതുകൊണ്ട് ADHD എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ പിന്നെ നമ്മളെ സമ്മേളന കാലത്ത് ചെയ്തൊരു വർക്ക്ഷോപ്പായിരുന്നു പഠന വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും. അതിന് കാരണം എന്താ അറിയോ? എൻ്റെ ക്ലാസ്സിൽ ഉള്ളൊരു കുട്ടിയുണ്ട്, ഭയങ്കര താല്പര്യമാണ്, എന്നും എഴുതിക്കൊണ്ടൊരു സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, വിജയസ്പർശം എന്ന് പറഞ്ഞിട്ട്, അക്ഷരം അറിയാത്ത കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച് ശരിയാക്കണേ. അത് കൊണ്ടെടുക്കണത് അവനാണ്. കാരണം എന്താ അറിയും? പക്ഷെ നാളെ ക്ലാസ്സില്ലേ ടീച്ചർ, നാളെ ഏതാണ് ഇവനാണ് ചോദിക്കുക. ഇവൻ 5ഉം 10ഉം ഒക്കെ പേജ് എഴുതി വരും, ഒന്നും വായിക്കാൻ കിട്ടൂല. അപ്പൊ അവൻ അങ്ങനത്തെ ഒരു സംഭവമല്ല, അവന് അക്ഷരത്തിന്റെ ഒരു സംഭവമില്ല, അങ്ങനത്തെ ഒരു ഫീച്ചർ പഠിച്ചോ നിലവിൽ കൊടുത്തിട്ടില്ല. ഇത് മനസ്സിലാക്കാതെ ഈ കുട്ടിനെ പ്രഷർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നല്ലൊരു വർക്ക്ഷോപ്പിൽ നടന്നു, ഭയങ്കര വർക്ക്ഷോപ്പായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്താ, അക്ഷരങ്ങൾക്ക് തിരിച്ചു ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി അക്ഷരം തിരിച്ചു ചെയ്ത് കഴിഞ്ഞ് ഇരുന്ന് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് തീരുമാനം പറയേണ്ടത് ഡോക്ടേഴ്സാണ്. അപ്പൊ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ, പാരന്റിങ് പഠിക്കണം, കുസൃതി മാനേജ് ചെയ്യുക. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പല വസ്തുവിനും വേണ്ടി കരയണ കുട്ടികളുള്ള കുറെ രക്ഷിതാക്കളുണ്ടാവും. ആർക്കെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ എങ്ങനെയാണ് കുട്ടിനെ മാനേജ് ചെയ്യുക? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അതും വേണം ഇതും വേണം അല്ലേ? അല്ലെങ്കിൽ പഠന ക്ലാസ് ഒന്നും കൊണ്ടുവരില്ല, എന്താ കാര്യം? അടങ്ങിയിരിക്കൂല, ഞമ്മക്ക് തന്നെ ക്ലാസ് കേൾക്കാൻ പറ്റൂല, അപ്പൊ അവിടെ ഇരുന്നോട്ടെ, അങ്ങനെ തീരുമാനിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ പ്രായം മുതൽ തന്നെ എങ്ങനെ ആകുമ്പോൾ പിന്നെ വലുതാകുമ്പോഴും വിളിച്ചാൽ വരൂല, ദീനി ക്ലാസ്സിലൊന്നും പോകില്ല. ഇനി പള്ളിയിലൊക്കെ ആണെങ്കിൽ കുട്ടികളൊരു ഒച്ചുണ്ടാക്കി അങ്ങനെ നോക്കും, പിന്നെ ആ കുട്ടി ആ വൈക്ക് വരൂല. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ വന്ന നമ്മുടെ യൂത്തിൻ്റെ ഒരു ഭാരവാഹി ഉണ്ട്, ആ കുട്ടീൻ്റെ ഒരു ഇൻ്റർവ്യൂ പീസ് റേഡിയോ പുറത്തു വിട്ടിരുന്നു എന്നെ. അപ്പോൾ ആ കുട്ടി ഇപ്പം ചാനലിനോട് സംസാരിക്കുകയാണെങ്കിലൊക്കെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക, അങ്ങനെയാണ്, ഭയങ്കരതാണ്. അപ്പം ഈ കുട്ടിൻ്റെ വാപ്പ എന്ന് പറയുന്നത് മുപ്പര പോക്കറ്റിൽ എപ്പോഴും മുട്ടായി ഉണ്ടാവും. പള്ളിക്ക് കുട്ടികളെ കണ്ടാൽ ഒരു മുട്ടായി കൊടുക്കും, മനസ്സിലല്ലേ? പള്ളിക്ക് ഏത് കുട്ടിനെ കണ്ടാലും ഒരു മുട്ടായി കൊടുക്കും. അതുകൊണ്ടാണ് മോൻ അങ്ങനെ വളർന്നത്. അതാ വാപ്പാൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ പറയുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കരയണ കുട്ടിനെ സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാതിരിക്കലാണോ വഴി? ചോദിക്കണ മുഴുവൻ വാങ്ങിക്കൊടുക്കലാണോ വഴി? അപ്പൊ അത് നിങ്ങളെ കുട്ടികളൊരു പ്രശ്നമാണ്. പഠിക്കണ പാരന്റ് എന്ത് ചെയ്യും? അതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കും. ഞാൻ എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കുന്ന പരിഹാരങ്ങളെ കുട്ടിക്ക് ചിലപ്പോൾ പരിഹാരം ആവില്ല. അഥവാ മക്കള് റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാണ് പ്രാർത്ഥിക്കുക അല്ലേ? എന്നെ അവർ ചെറുപ്പത്തിൽ നോക്കിയ മാതിരി എങ്ങനെയാണ് അതിന്റെ തോതനുസരിച്ച് കൊടുക്കുന്ന പ്രാർത്ഥനയിലുള്ളത്. അപ്പൊ ഞാൻ പറയണത് ഡബിൾ ഡ്യൂട്ടി ഉള്ളവരും ഒക്കെ ഞമ്മക്ക് 700 റുപ്യക്ക് അധ്വാനിച്ചിട്ട് ആൾക്കാരെ ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ തൊഴിലിലും ബാക്കിയുള്ളിടത്തൊക്കെ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മക്കൾ നമുക്ക് നാളെ ബാധ്യതയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഞാനൊരു ഐഡിയ പറയാം, ജസ്റ്റ് ഒരു ഐഡിയ പറയാം. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എനിക്ക് ഉറപ്പാണ്, എനിക്ക് 5 കുട്ടികളുടെ അൽഹംദുലില്ലാ, ഞാൻ 5 കുട്ടികളും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇന്നത് വേണമെന്ന് കൂടി പറയില്ല, എനിക്ക് ഉറപ്പാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും, കയറുന്നതിൻ്റെ മുമ്പ് പറയുന്നത്, വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സാധനം ഏതാന്ന് നോക്കി വെക്കണം. നോക്കി വെച്ചിട്ട് ഒരു 3-4 നോക്കി വെക്കണം. നോക്കി വെച്ചിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വാങ്ങാം. അപ്പൊ കുട്ടി പിന്നെ ഇത് വേണമെന്ന് കാര്യമല്ലേ ചെയ്യുക, എന്താ ചെയ്യുക? ഇങ്ങനെ നോക്കും മൊത്തം, മനസ്സിലായില്ലേ? കുട്ടി കുറച്ചും കൂടി ഒരു ബുദ്ധിയും ഒക്കെ ഉള്ള പ്രായത്തുമ്പോൾ നമ്മൾ പറയും, ഇത്ര ഉറുപ്പ്യൻ്റെ ഇടയിലുള്ള സാധനങ്ങൾക്ക് എന്താ വേണ്ടു, അത് നോക്കാം. കുട്ടി അടുത്തൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഉമ്മാക്ക് കുട്ടികളുടെ കാര്യത്തിലൊരിതുണ്ട്, ഉപ്പാൻ്റെ സാലറി ഇത്രയാണ്, നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അപ്പോൾ മോനൊന്ന് കുട്ടിക്ക് കറണ്ട് ബില്ല് ഇത്ര, മൊത്തം വീട്ടിലെ എക്സ്പെൻസസും കാര്യങ്ങളും അത് കണക്ക് പഠിപ്പിക്കാനാണ് കൂട്ടണേ. അല്ലാതെ കുട്ടിക്ക് ബാപ്പാക്ക് കടം കയറാനല്ല കൂട്ടണേ, ബാപ്പാക്ക് കടം കയറാനല്ല കൂട്ടണേ. ഇത്ര ഉറുപ്പ്യ ശരിക്കും നമ്മൾ വീട്ടിൽ ഉമ്മേനെ എങ്ങനെ ഞെട്ടണം, ചിലവുണ്ടല്ലേ, ഇത്ര പൈസ വരുന്നുണ്ട്, ഗ്യാസ് ഇത്ര, സ്ഥിരം വരുമാനം ഇത്ര. അത് സ്ത്രീകൾക്കും നല്ലതാണ് അല്ലേ? സ്ത്രീകൾക്കും നല്ലതാണ്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീന് നമ്മളെ കൾച്ചറിനെ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഈ സ്ത്രീ വ്ളോഗേഴ്സ് എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു മോളിൻ്റെ ആളുകളായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഓരോ ഈ സാധനം വീട്ടിന് ഇത്ര ഉറുപ്പ്യ കൊടുക്കാം, എന്നിട്ട് മൂപ്പരെ ഭർത്താവ് ഉണ്ടാവും. എന്നിട്ട് ഈ പുരുഷന്മാരെ പോക്കറ്റ് കാലിയാക്കണ മറ്റേ വണ്ടി ഉണ്ടല്ലോ, അർബാന, അതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വാരിടുമ്പോൾ അപ്പം ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കും, ബനുബാധ്യതൊന്നുമില്ലല്ലോ. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണണം നമ്മൾ സ്ത്രീകൾ ഗതിക്കുക നോക്കിയിട്ട്, എന്തായാലും നമ്മളെ മൂപ്പരാണെങ്കിൽ ഇപ്പോൾ അതെ 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 മതി എന്നുള്ളത് നയിക്കാറോ അവസാനം ഇങ്ങനെ കുരക്കണോടത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ആളുകൾക്ക് പെൺകുട്ടികൾക്ക് ഫീൽ ചെയ്യുക, സ്ത്രീകൾക്ക്. മക്കളാണെങ്കിലും അങ്ങനെ തന്നെ. കുട്ടികളിങ്ങനെ, ചെറിയ കുട്ടികളിങ്ങനെ പോയിട്ട് ഹായ് ഗെയ്സ് ഞങ്ങൾ ഇന്ന് ഇത് വാങ്ങി, അങ്ങനെ ഇങ്ങനെ ടോയ് വാങ്ങി, ആ ടോയ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ അപ്പുറത്തുണ്ടാവും വാപ്പിരിക്കണം,
മൂപ്പരാണല്ലോ ഇപ്പോ. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മുടെ കൾച്ചറിനെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പൊ അവിടെ പഠിച്ച് വിഷയത്തെ സമീപിക്കുക എന്നുള്ളത് സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാരന്റിങ്ങിന്റെ ഇടയിൽ നമ്മൾ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഓരോ പ്രശ്നം ഉണ്ടാവും. ഇന്നിപ്പോൾ അവനൊരു തെറിവാക്ക് പറഞ്ഞു, അപ്പൊ ആ തെറിവാക്ക് എവിടുന്ന കിട്ടിയെന്നുള്ള സോഴ്സ് കണ്ടുപിടിക്കണം. അത് മിക്കവാറും സ്കൂളിൽ നിന്നായിരിക്കും കിട്ടിയത്. ആ കിട്ടിയത് എന്ത് ചെയ്യണം, ഭംഗിയായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തണം. പിന്നെ മറ്റൊരു പോയിന്റ്, നാലാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുട്ടി എന്ന അവസ്ഥ മാനിക്കണം എന്നുള്ളതാണ്. നമുക്ക് അഭിപ്രായമുള്ള മാതിരി തന്നെ കുട്ടിക്കും അഭിപ്രായമുണ്ട്. നമ്മൾ ഒരു വീട്ടിലേക്കൊരു ടീപ്പോയി വാങ്ങണം. നമ്മളിങ്ങനെ വീടിൻ്റെ ആ ഒരു ചുമരിൻ്റെ കളറ്, പിന്നെ അവിടെയുള്ള മറ്റേതിൻ്റെ കളറൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊരു സാധനം വാങ്ങും. നല്ല ഗ്ലാസിൻ്റെ ഒരു സംഭവം. കുട്ടി അമ്മ കയറിയിരിക്കും. പിന്നെ എന്തായിരിക്കും വീട്ടിലെടുക്കുക? കുട്ടീനെ കയറാൻ സമ്മതിക്കൂല. അപ്പൊ കുട്ടിക്ക് ഈ വീട് വിശാലമാകൂല. കുട്ടി ടീപ്പോയി വന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്ട് അപ്പുറത്ത് ജനൽമ കയറുമ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ കയറണ്ടാറ്, അപ്പുറത്ത് നിന്ന് ഇറങ്ങിയാണ്ട് വാതിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകണ്ടാറ്. ആകെയുള്ളത് ഇത്ര പോകുന്ന ഫ്ലാറ്റ്. അതിൽ തന്നെ നമ്മൾ സ്വപ്നത്തുല്യം സ്നേഹിച്ച് വാങ്ങിയ ടീപ്പോയി, അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഭയങ്കര കുറെ ഗ്രഹാതുരത്വങ്ങൾ, അങ്ങനെയുള്ള ചില ടീമൊക്കെ ഉണ്ടാവും. ഓരോ സാധനങ്ങൾ അവിടെ പോയപ്പോൾ വാങ്ങിയത്, ഇവിടെ പോയപ്പോൾ വാങ്ങിയത്. കുട്ടിക്ക് അവസാനത്തിൽ ജയിലായിരിക്കും. കുട്ടി നേരെ അപ്പുറത്തെ റൂമിൽ പോയിക്കും. അപ്പുറത്തെ റൂമിൽ പോകാൻ പറ്റുമോ? പാകിസ്ഥാന്റെ റൂമാണ്, അവിടെ എന്താകുക എന്നറിയില്ല. കാരണം അവിടെ വിശാലാണ്, വേറെ വീട്ടിലത്തെ കുട്ടി അതുകൊണ്ട് പരിക്കെടുക്കൂല. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ കുട്ടിയുടെ വളർച്ചക്കനുസരിച്ച് നമ്മളെ വീടിന്റെ മേശയും കസേരയും സംഗതിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊന്ന് നോക്കേണ്ടി വരും. അതൊക്കെ ഇതിൽ പറഞ്ഞാണ്, മനസ്സിലായില്ലേ? ചില ആളുകൾ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കും. കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത് മൂപ്പര് രാവിലെ വാങ്ങിയതേക്കാരം രാത്രി വരുമ്പോൾ ഉണ്ടാവും ആ ഷൂ ഊരിയിടുന്ന സ്ഥലത്ത് എൻ്റെ ചക്രം. അപ്പം അങ്ങോട്ട് പ്രഷർ കയറും. പ്രഷർ കയറിയിട്ട് 4-5 ഡയലോഗാണ്. എനക്കെയാണ് നീ ചോദിച്ചോണ്ട് വരുവേണ്ടി എന്നൊക്കെ പറയും. അല്ല, ആരങ്ങളോട് ഇത്ര വിലയുള്ള വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞേ? നമ്മൾ കുട്ടിക്ക് അൾട്ടിമേറ്റാണ് വാങ്ങിക്കൊടുക്കുക. ഉള്ളിക്ക് ഏറ്റവും സ്നേഹിക്കണേ, ഉള്ളിക്ക് ഏറ്റവും ടോപ്പാണ് വാങ്ങിക്കൊടുക്കുക. പിന്നെ ഓനൊന്നും പറ്റൂല. മാത്രല്ല, അവന്റെ കാറിന്റെ RC ഓണർ അവനെ ആക്കാൻ സമ്മതിക്കൂല. അവനൊരു കാറ് വാങ്ങിയ അതിന്റെ RC ഓണർ അവനാണ്. അത് എപ്പോൾ എടുക്കണം, എപ്പോൾ കളിക്കണം എന്നൊക്കെ അവനാ തീരുമാനിക്കണ്ടേ. അവനാണ് തീരുമാനിക്കണ്ടേ. ഒരേ കളിപ്പാട്ടം ഒരു 10 കളിപ്പാട്ടം ഉണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. 5 കളിപ്പാട്ടം മാറിക്കണം. ഈ 5 കളിപ്പാട്ടം ഒഴിവാക്കുമ്പോൾ അടുത്തത് ഇറക്കണം. അതേ കളിപ്പാട്ടം മതി. ആ കളിപ്പാട്ടത്തിൽ ഒരു 5 കളിപ്പാട്ടം ബാഗിലിട്ടിട്ടാണ് ഉമ്മ ഖുറാൻ ക്ലാസ്സിന് കൊണ്ടത്. ആ കളിപ്പാട്ടൊരു മൂലക്കെട്ട് കൊടുത്താൽ ആ കുട്ടി അത് വെച്ചിരുന്നോളൂ. അത് കരഞ്ഞു വരുമ്പോൾ അടുത്ത മാറ്റേണ്ടി വരും. മാത്രമല്ല, ഈ ക്ലാസ്സിനൊക്കെ പോകണമെടുത്ത് ഞാൻ പറയട്ടോ, മക്കളെയും കൊണ്ട് ക്ലാസ്സിന് പോകുമ്പോൾ ക്ലാസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ റെക്കോർഡർ ഓൺ ചെയ്തിടുക, ഇത് കേൾക്കുക. മക്കളെ കൊണ്ട് വരും തന്നെയാണ് വേണ്ടത്. ക്ലാസ്സുകളിൽ വരുന്നത് പഠിക്കാൻ മാത്രമൊന്നുമല്ല, കുട്ടികളെ ഇങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലേക്ക് എത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുട്ടികളെ ഉപേക്ഷിച്ചിട്ടല്ല വരേണ്ടത്. നമ്മളിങ്ങോട്ട് പ്രഷർ കയറി ആകെ ആലോചിച്ച് 12-ാം തീയതി പരീക്ഷയാണ്, ആകെ ഇതാണ്, അപ്പുറത്താണ്, മോഡൽ എക്സാം തുടങ്ങുകയാണ്. അവസാനം ഈ കുട്ടീനെ കിട്ടണ്ടേ? നമുക്ക് ഈ കുട്ടീനെ കിട്ടണമല്ലോ. ഞാൻ ഡൽഹിയിലെ നമ്മളെ സ്റ്റുഡൻസ് സംഘടിപ്പിച്ചൊരു പരിപാടിക്ക് പോയിരുന്നു. അപ്പോൾ ഒരു ക്യാമ്പസ് ഞാൻ പറഞ്ഞില്ല, അവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോഴേ ഈ നമ്മൾ ചായൻ്റെ ഗ്ലാസ് കുടിച്ചിട്ട് ഒഴിവാക്കൂലേ, അതേമാതിരിയാണ് ഗർഭനിരോധന ഉറകൾ ഇങ്ങനെ ഒരു ഹോസ്റ്റലിലെ ബാക്കിൽ ഒഴിവാക്കി കിടക്കുന്നത്. ഞാനും മനസ്സുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ നടുക്ക് കൂടെയാണ് എന്ത് ചെയ്യണം, അവർ ജീവിക്കണേ. മനസ്സിലല്ലേ? ഇതിൻ്റെ നടുക്കലൂടെയാണ് ജീവിക്കണേ. ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഭയങ്കര ആഗ്രഹത്തിലവിടെ പോയതിൻ്റെ ശേഷം 4-ാം ദിവസം എന്നെ വിളിച്ചു. എൻ്റെ റൂമിൽ എൻ്റെ കൂടെയുള്ള പയ്യൻ്റെ കൂടെ ഒരു പെൺകുട്ടി 2 ദിവസം വന്ന് കിടന്നു. ഒരു പ്രശ്നമുള്ളവർക്ക് ലൈറ്റ് ഓഫ് ആയാലും സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ടാൾ ഉറങ്ങുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അപശബ്ദങ്ങൾ കേട്ട് ഞാൻ അങ്ങനെ കടന്നു. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് സാഹസത്തോടെയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നിരായുധരായിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വിടുന്നത്. അജ്മാൻ സെൻട്രൽ 5-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമായിട്ട് നമ്മൾ പറയണേ, മനസ്സുറക്കാത്ത പ്രായത്തിൽ CRE ക്ലാസ് ഇറക്കണ്ട നമ്മൾ വിടൂല. അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് അല്ലേ, അവസാനം ഒക്കെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ശേഷം നമ്മൾ നിലവിളിയും കൂട്ടും, ഇന്ന മൗലവിനെ കിട്ടുമോ, അവിടെ കൗൺസിലിംഗ് കിട്ടുമോ, ഇത് കിട്ടുമോ, അപ്പോൾ തന്നെ സംഭവം പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ചേർത്തെണ്ണി പോകുന്നൊരു അവസ്ഥ വേണം. നിങ്ങൾ നോക്ക്, കുട്ടിയെ കുട്ടിയായി പരിഗണിക്കുക എന്നുള്ളതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. നിസ്കാരം ദീർഘിച്ചപ്പോൾ പ്രവാചകൻ ഉമ്മനെയും കുട്ടിനെയും പരിഗണിച്ചു. പ്രവാചകൻ എന്താ, ഇന്നീല അഖൂമു ഇല സ്വലാ വ അന ഉരീദു അൻ ഉതവ്വില ഫീഹാ ഫഅസ്മഉ ബുകാ അസ്ബിയി. ഞാൻ നീട്ടി ഓതാൻ തീരുമാനിക്കും. കുട്ടിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇനി കുട്ടികളുടെ പെണ്ണുങ്ങളൊന്നും വരണ്ടെന്നല്ല, നേരെ തിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്ക് വേണ്ടി നിസ്കാരം ചുരുക്കി കൊടുക്കും, ഉമ്മാക്ക് വേണ്ടി നിസ്കാരം ചുരുക്കി കൊടുക്കും. ഗൗരവമുള്ള മാർഗനിർദ്ദേശം നൽകാണ് പ്രവാചകൻ മിമ്പറിൽ. അപ്പോഴാണ് പേരക്കുട്ടി ഇങ്ങനെയാണ് വരുന്നത്.
നേരെ പോയി എടുത്തു. കുട്ടിനെ പരിഗണിക്കുക എന്നുള്ളതൊരു വലിയ സംഭവമാണ്. അപ്പോൾ നമ്മളൊക്കെ പൊതുവേ സംഘടനാ പ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഫോണും വെച്ച ചെല്ലുക. അപ്പോൾ എനിക്ക് മോനുണ്ടായപ്പോഴേ അപ്പം ഞാൻ കണ്ട അങ്ങനെ വെക്കൽ തുടങ്ങി. അപ്പം ഞാൻ വാപ്പ ഒരു ദിവസം ഇവിടെ വിളിച്ചു പറഞ്ഞു. വാപ്പ പറഞ്ഞു അപ്പം എൻ്റെ കുട്ടിയൊക്കെ റെഡി, എന്തിനും പോകൊക്കെ റെഡിയാണ്. അൽഹംദുലില്ലാഹ് വലിയ നമുക്ക് കിട്ടിയൊരു തൗഫീഖാണത്. അപ്പം ഉമ്മ എല്ലാവരും നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അവരെ മാനേജ് ചെയ്ത് നമ്മളെ ഇത്തരം കാര്യങ്ങൾക്ക് ഫ്രീ ആക്കും. അതിൻ്റെ കൂലി ഞങ്ങൾക്ക് കൂടി കിട്ടുമല്ലോ എന്നാണ് പറയാം. 20-25 വർഷമായി അൽഹംദുലില്ലാഹ് നമ്മൾ ഈ രംഗത്തുണ്ട്. ഇന്നേ വരെ ഒരു കറുത്ത വാക്ക് എൻ്റെ ഉപ്പയോ എൻ്റെ ഉമ്മയോ എൻ്റെ കുടുംബമോ പറഞ്ഞിട്ടില്ല. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പക്ഷെ വാപ്പ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇതാ നമ്മൾ ഇവിടെ എത്തുമ്പോൾ പൻ്റെ കുട്ടി ഫോണൊന്നും കട്ടാക്കുക, എൻ്റെ കുട്ടീനോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഓനൊന്ന് റിലാക്സ് ചെയ്യിച്ചതിൻ്റെ ശേഷം വീണ്ടും ഫോൺ എടുത്തോ. അപ്പോൾ നമ്മൾ പെരയിൽ കയറി ചെല്ലുമ്പോൾ ചെവിയിൽ ഫോണൊക്കെ പാടില്ല. നിയമമാണ്, മനസ്സിലായില്ലേ? നിയമമാണ്. ബെഡ്റൂമിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കൂല. ബെഡ്റൂമിൽ കയറി പിന്നെ ഫോണില്ല. അത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നൊരു തീരുമാനമാണ്. ബെഡ്റൂമിൽ കയറി പിന്നെ ഫോണില്ല. ബെഡ്റൂമിൽ നമ്മൾ വളരെ ലൈറ്റ് നൈറ്റിൽ കയറണം, പിന്നെ ഈ ഫോണും കൊണ്ടിരുന്നാൽ അത് നടത്തേണ്ട ഒരു കാര്യമല്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതേപോലെ പ്രവാചകൻ അത് അങ്ങനെ തന്നെ പരിഗണിച്ചു. നിങ്ങൾ നോക്ക്, അനസ് റളിയല്ലാഹു പ്രവാചകന്റെ കൂടെ വളരെ ചെറിയ പ്രായം മുതലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. പ്രവാചകൻ എന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി പ്രവാചകൻ എന്നെ പറഞ്ഞയച്ചു. ഞാൻ എന്ത് ചെയ്തു, വഴിയിൽ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാബിദൻ ബിഖഫായ മിൻ വറാഇ, എൻ്റെ പിന്നിൽ നിന്നിട്ട് എൻ്റെ പെരടിയിൽ പ്രവാചകൻ ഇങ്ങനെ പിടിച്ചു. എന്നോട് ചോദിച്ചു, പിന്നെ യാ ഉനൈസ് ഇദ്ഹബ് ഹൈസ് അമർതുക്. ഉനൈസ് എന്ന് പറഞ്ഞാൽ അറബിയിലെ അതിന് എന്താ തസ്ഗീറാക്കി പറയാം. അനസേന്ന് വിളിക്കണതിന് പകരം കുഞ്ഞു അനസേ, പൊന്നു അനസേ എന്നാണ് ആ വിളിൻ്റെ അർത്ഥം. പൊന്നു അനസേ, ഞാൻ നിന്നെ പറഞ്ഞയച്ച കാര്യമല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രവാചകൻ ചിരിക്കായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് വലിയൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് എന്നെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ കുട്ടികളെ കളി കണ്ട് അങ്ങാടിയിൽ നിന്നപ്പോൾ എന്നെ കാണാതെ അസ്വസ്ഥനായി വന്ന പ്രവാചകൻ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട്, പൊന്നു അനസേ, ഞാൻ പറഞ്ഞയച്ച കാര്യം എന്തായി എന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രവാചകൻ ചിരിക്കായിരുന്നു എന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ പ്രായത്തെ അവിടെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വല്ലാഹി ലഖദ് ഖദംതു സല്ലല്ലാഹു അലൈഹി വസല്ലം 7 സിനീൻ. പ്രവാചകനെ ഞാൻ 7 വർഷം പ്രവാചകന് സേവനം ചെയ്തു, അല്ലെങ്കിൽ 9 വർഷം ഞാൻ സേവനം ചെയ്തു. പ്രവാചകൻ എന്നോട് ഒരിക്കൽ പോലും ലിമ ഫഅൽത കദാ വകദാ, ഇജെന്താ അങ്ങനെ ചെയ്തു, ഇജെന്താ ഇങ്ങനെ ചെയ്തു, എന്ത് അങ്ങനെ ചെയ്യാതിരുന്നു, അല്ലെ? വലാലി ഷൈഇൻ തറക്തു ഹല്ലാ ഫഅൽത കദാ, ഞാൻ ഒഴിവാക്കിയ കാര്യത്തിന് അനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എന്താ അനസിന്റെ ഉമ്മ പറഞ്ഞത്? എന്താണ് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞ? നബി നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ, അനസൂടെ നിന്നോട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹിക്ക് കക്കൂസിലേക്ക് വെള്ളം എടുത്തുകൊടുത്തിരുന്ന അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, ആ അതുല്യനായ പ്രവാചകന്റെ ഈ മഹത്വം പക്ഷേ ലോകത്തോട് ഒരു ദിവസമെങ്കിലും പറയാൻ നമുക്ക് ആർക്കാ പറ്റിയേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം വെച്ച് ആളുകൾ വലിച്ചു കീറുമ്പോൾ, പ്രവാചകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ആരുടെയെങ്കിലും ടൈം ലൈനിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ഇടാനെങ്കിലും നമുക്ക് പറ്റുമോ? പലരുടെയും സ്റ്റാറ്റസ് കണ്ട് നമ്മളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മെസ്സേജ് തരുന്ന ഒരു ഹദീസാണിത്. ഒരുപാട് എന്താ പറയുക, ഫവായിദുകൾ നമുക്ക് കിട്ടുന്ന ഒരു ഹദീസാണിത്. അതുകൊണ്ട് കുട്ടിയെ പരിഗണിക്കുക എന്നുള്ളൊരു സംഭവത്തിലുണ്ട്. കുട്ടിയെ പരിഗണിക്കുക, അതിൻ്റെ അഭിപ്രായം പരിഗണിക്കുക. നമ്മൾ ഫാൻ വാങ്ങണമെങ്കിൽ എന്ത് ഫാനാണ് നല്ലത്, എങ്ങനെയാണ് നല്ലത്, അല്ലെ? അവരോടൊക്കെ അഭിപ്രായം ചോദിക്കുക, കുട്ടികളോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കുക, ഷൂർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കാർ വാങ്ങുകയാണ്, കാർ ഏതാ നല്ലത്, അവൻ്റെ അടുത്ത് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടാകും. കുട്ടികൾ പറയണമൊക്കെ അംഗീകരിച്ചു കൊടുക്കുക, കുട്ടീനെ ഒന്നും തിരുത്താതിരിക്കുക എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷേ എവിടെയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോകാൻ. ഒന്നുകൂടി വേഗത്തിൽ, 5-ാമത്തെ കാര്യം, ചതിക്കുഴികളൊക്കെ നമുക്കറിയണം. മഹാനായ ഹുദൈഫ പറയുന്നുണ്ട്, കാനന്നാസ് യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി, പ്രവാചകനോട് ജനങ്ങൾ ഖൈറിനെ കുറിച്ചാണ് ചോദിച്ചത്. വകുൻതു അസ്അലുഹു അനി ശർരി മഖാഫത അൻ യുദ്രികനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാവരും ഖൈറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഷർറിനെ കുറിച്ച് ചോദിച്ചു. നബി എന്തൊക്കെയാണ് ഷർറ് എന്ന് ചോദിച്ചത്? എന്നാ പിന്നെ ഷർറ് എന്നെ ബാധിക്കൂലല്ലോ എന്ന നിലക്കാണെന്നാണ്. അപ്പൊ ചതിക്കുഴികൾ ധാരാളമുണ്ട്. ഇപ്പം പ്രഫ്കോണിൽ, നമ്മളെ തൃശ്ശൂർ പ്രഫ്കോണിൽ ഒരു റെക്കോർഡിംഗ് ഇല്ലാത്തൊരു സെഷൻ ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക്. അങ്ങനെ ഉണ്ടാവും ചില സമയത്ത്. അപ്പോൾ ആ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേ സംഗതി ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ BTS എന്നുള്ള ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ BTS എന്നുള്ള ഒരു ഡാൻസ് ഗ്രൂപ്പാണ്, കൊറിയ കേന്ദ്രീകരിച്ചുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നമ്മളെ സുഹൃത്തിനോട് പറഞ്ഞു, പിന്നെ ഈ സാധനം അറിയാതെങ്കിലും വായിന്ന് വന്നു പോകരുത്, കാരണം നമ്മളുടെ വായിന്ന് കണ്ടിട്ട് കുട്ടികളെ ആ സെർച്ചിലേക്ക് പോകരുത്. അപ്പോൾ പലരുടെയും തെറിച്ചു, നിങ്ങൾ മാത്രമേ ഞാൻ അറിയാൻ ബാക്കിയുള്ളൂ.
പറഞ്ഞ പോലെ ഈ ചോദ്യമാണ് ആദ്യം വന്ന്, BTS വാച്ച് ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാൻ സ്കൂളിലെത്തി. 2016 മുതൽ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ എൻ്റെ ക്ലാസ് മുറിയിൽ തട്ടികം എങ്ങനെ ബാക്കിൽ മറ വെക്കണേ ഇതുണ്ടാവുമല്ലോ മരത്തിൻ്റെ, അതിന് ഫുള്ള് BTS ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എഴുതിച്ചാണ്, ഞാൻ അറിയില്ല. എനിക്ക് ഈ BTS എന്ന് കണ്ടപ്പോൾ കുട്ടികൾ സാധാരണ അവരുടെ പേരുകളുടെ ചുരുക്കമൊക്കെ എഴുതി വെക്കും, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ BTS എന്താ? ഈ BTS എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് കാരണമാകണ ഒരു സംഭവമാണ്. മലയാളത്തിൽ ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ട്. എന്താണ്? ഒരു 6-7 ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ ഡാൻസാണ്, വേറൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ കുട്ടി ഗെയിമിനേക്കാളും നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മളെ ടോക്കുകളിലൂടെയൊക്കെ പല സ്ക്രീൻഷോട്ടുകളും കഴിഞ്ഞ പ്രൊഫ്കോണിനൊക്കെ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്താണ്? BTS ആർമിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ എന്നെ വന്ന് റേപ്പ് ചെയ്താൽ അതെൻ്റെ ഒരു ഡ്രീമിൽപ്പെട്ടതാണെന്ന് പെൺകുട്ടികൾ ടെക്സ്റ്റ് ചെയ്തത് അവരുടെ ടൈം ലൈനിൽ നിന്നുള്ള ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ടുകളുണ്ട്. അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ആ സാധനം. അപ്പം ഇത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ, കുട്ടി ഇത് വാച്ച് ചെയ്യും. ഇതുപോലത്തെ സംഗതികളെ തിരിച്ചറിയുക എന്നുള്ളത് സഹോദരന്മാരെ വളരെ പ്രധാനം. ഇപ്പോൾ K-ഡ്രാമ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ സ്ഥലത്തു നിന്നൊരു കുട്ടി, അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടൊരു കുട്ടി ഒളിച്ചോടി. കോഴിക്കോട് ഹോട്ടലിൽ പോയി ജോലി എടുത്തു. പോലീസ് പിടിച്ചപ്പോൾ കുട്ടി പറഞ്ഞ എന്താ അറിയോ? എനിക്ക് കൊറിയയിലേക്ക് പോകാനുള്ള പൈസ ഉണ്ടാക്കണമെന്ന്. കൊറിയയിലേക്ക് അങ്ങനെ കടന്ന ആൾക്കാരുണ്ട്. എന്താണ്? K-ഡ്രാമകളിലെ സംഭവം എന്ന് പറയുന്നത്, ഈ K-ഡ്രാമകളുടെയൊക്കെ റിവ്യൂ നമുക്ക് വായിക്കാൻ കിട്ടും. ഈ റിവ്യൂകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു സ്വപ്നതുല്യ ജീവിതമാണ് അവിടെ അവർ ഭയങ്കരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലിങ്ങോട്ട് ആകർഷകരായിട്ട് കുട്ടികൾ അവരുടെ ഫാനായി മാറണ ഒരു വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ കോസ്മെറ്റിക് ജ്വരം. നമ്മളെ പെൺകുട്ടികൾക്ക് ഇന്ന് ഒന്ന് കണ്ണെഴുതാതെയും ഒന്ന് പുരട്ടാതെയും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തത്ര വലിയ അടിമത്തമുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു 35-ന്റെ താഴെയുള്ള സ്ത്രീകൾക്ക് പൊതുവേ ഉണ്ട്. പൂർണ്ണ ഹിജാബ് പാലിക്കുന്നവർക്ക് പോലും ഉണ്ട്. അതെവിടെ നിന്നാണ് വന്നത് എന്നുള്ള കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ എടുക്കണം. കഴിഞ്ഞ പ്രൊഫോണിൽ ഈ വിഷയത്തിൽ ചില വിഷയങ്ങൾ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ റെഫറൻസ് ആയിട്ട് ആ ഒരു സാധനം മാത്രം പറഞ്ഞ് പോവുകയാണ്. 6ാമത്തെ ഒരു കാര്യം, ഒന്നിച്ച് വളർത്തണം എന്നുള്ളതാണ്. വാപ്പാക്ക് ആകെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ ഉമ്മയാണെന്നുള്ളൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. വാപ്പ ആകെ ഫിനാൻസ് മന്ത്രിയാണ്, ബാക്കി ഇന്റേണൽ അഫേഴ്സും എഡ്യൂക്കേഷനും ഫുള്ള് കാര്യം ഉമ്മയാണെന്നുള്ളൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. വാപ്പ ഫുൾ ടൈം ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു ഫുൾ കണക്ടിവിറ്റിയിലൊന്നുണ്ട്. നാട്ടിലാണെങ്കിൽ പോലും വാപ്പ ഒരു ATM മെഷീൻ മാത്രം ആകരുത്, പൈസക്ക് വേണ്ടി മാത്രം വാപ്പ. പകരം ഡിസ്കഷൻ വേണം നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് എന്താണ് ഓരോന്നിലുള്ള നല്ലൊരു ഡിസ്കഷൻ വഴിയാകണം പോണത്. മറ്റൊന്ന്, 7ാമത്തെ കാര്യം, 3 കാര്യങ്ങൾ കൂടി പറയാൻ അവസാനിപ്പിക്കുകയാണ്. 7ാമത്തെ കാര്യം, വിനോദം വേണം എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളൊക്കെ ഉണ്ടാകും, കുട്ടികൾ കയ്യിൽ നിന്ന് പോകും. പ്രത്യേകിച്ച് ഒരു 16, 17, ഒരു ഗൾഫ് പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു 15 വയസ്സാണോടുകൂടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു എതിർ സെക്സിനോടുള്ള അട്രാക്ഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് അവരുടേതായ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അതിങ്ങനെ പറഞ്ഞു തീർക്കണം. അത് പറഞ്ഞു തീർക്കാൻ ഒരു സ്പേസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് ഹായ് മെസ്സേജ് ആയിട്ട് വരുന്ന ആളുകളുടെ കെണിയിലൊരു പെടും. അതൊരു ബയോളജിക്കൽ തിയറിയാണ്, ജീവശാസ്ത്രപരമായ അവരുടെ ഒരു ആവശ്യമാണ്, ഭക്ഷണം പോലത്തെ ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് കുട്ടികളായിട്ട് നമ്മൾ വളരെ തുറന്ന ചർച്ചകൾ ഉണ്ടാവുക, അവരേറ്റൊന്ന് ഔട്ടിങ്ങിന് പോവുക, ഇതൊക്കെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുജൂദ് ദീർഘമായി നീണ്ടപ്പോൾ സ്വഹാബി പറയാണ്, ഞാനൊന്ന് തല പൊക്കി നോക്കിയപ്പോൾ പ്രവാചകന്റെ മുഖോമ്പുറത്തുണ്ട് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, നബിയെ ഇന്ന കാരണം കൊണ്ടാണോ സുജൂദ് നീണ്ടത്, ആ കാരണം കൊണ്ടാണോ, ഈ കാരണം കൊണ്ടാണോ, കുറേ കാരണം ചോദിച്ചു. പ്രവാചകന് കൊടുത്ത ഉത്തരം, വലാകിന്ന ഇബ്നി ഇർതഹലനി ഫകരിഹതു അൻ ഉഅജ്ജിലഹു ഹത്താ യഖ്ലി ഹാജതഹു. എൻ്റെ പൊന്നുമോനെ, അവൻ എൻ്റെ മേലൊരു ആനക്കളി കളിച്ചു, വണ്ടിക്കളി കളിച്ചു. ഇർതഹലനി, അവൻ എന്നെ വണ്ടിയാക്കി. എന്താ പ്രവാചകന്റെ വാക്ക്? ഫകരിഹതു അൻ ഉഅജ്ജിലഹു, ഞാൻ ധൃതി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഹത്താ യഖ്ലി ഹാജതഹു, എൻ്റെ പുറത്ത് കയറിയിട്ടുള്ള കളി കണ്ട് അവൻ്റെ സമയം കഴിയുന്നത് വരെ ഞാൻ എന്ത് ചെയ്യണ്ട, ധൃതി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഇത് നിസ്കാരത്തിലെ സഹോദരന്മാരെ, നമ്മൾ ചെന്ന് നമ്മളെ ഫോണൊന്ന് എടുത്തേക്കണം എന്നതിൻ്റെ അർത്ഥം. നമ്മളെ ഫോൺ മാറ്റി വെക്കണം എന്നാണ് എൻ്റെ അർത്ഥം. 100%. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും ഫോണൊന്ന് മാറ്റി വെച്ച് മക്കളുടെ ഒരു ലെവലിലേക്ക് ഇറങ്ങണം. അല്ല, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികൾ വളരെ ചെറുതാവുമ്പോഴേ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ സെറ്റില്ലേ, ഡോക്ടർ സെറ്റ് കളിക്കണേ, ഡോക്ടർ സെറ്റ് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് നമ്മളാണ് പേഷ്യൻ്റായിട്ട് കടന്നു കൊടുക്കും. അപ്പം നമുക്ക് ഉറങ്ങാം, കുട്ടികളെ കൈയൊക്കെ തട്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങാം. കുട്ടികൾക്ക് നല്ല ഇഞ്ചക്ഷനൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഉണരുക. പിന്നെ ഇത് കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്ന ഒരു പ്രായം ഉണ്ടാവും. ആ പ്രായം മുതൽ വേഗം പിൻവലിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുട്ടികൾ, അപ്പോൾ അടുത്ത കുട്ടീൻ്റെ കാര്യത്തിൽ ഈ ഐഡിയ എടുക്കാൻ പറ്റൂല. അപ്പം നമുക്കായിട്ടൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഫുള്ള് കിട്ടി, ഇന്ന് ഫുള്ള് ഉപ്പച്ചിനെ കിട്ടി, നമ്മൾ ഉറക്കവും കിട്ടിയ ഒരു പ്രശ്നമല്ല, മനസ്സിലായില്ലേ? അപ്പം നമ്മളെ ഒരു അവസ്ഥക്കനുസരിച്ചുള്ളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഓരോ വ്യക്തിക്കും അനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ പോകുന്നൊരു സാഹചര്യം ഇതിലൊക്കെ വേണ്ടി വരും. 8ാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? 8ാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്,
കുട്ടിക്കൊരു മൊഡ്യൂൾ വേണം. എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, എന്ത് വായിക്കണം, അതുള്ള ആൾക്കാരൊന്ന് കൈയൊന്നിച്ചാണ്. ഇല്ല ഇല്ല എന്ന് മാത്രമല്ല, എന്നിട്ട് നമ്മളെന്തെന്ന് വെച്ചാൽ ഫുൾ ടൈം പഠിക്കാനാ പറയാം. പഠിക്കണം എന്നുള്ള അതേ തീവ്രതയിൽ കളിക്കണം എന്ന് പറഞ്ഞ രക്ഷിതാവ് ഒന്ന് കൈയൊന്നിച്ചാണ്. മാഷാ അല്ലാഹ്. ഇവിടെ സമ്മാനം ഉണ്ടെങ്കിൽ നിങ്ങളെ രണ്ടാളെയും വിളിച്ചിട്ട് ഞാൻ 2 ഗിഫ്റ്റ് തരുമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. വായന തുടങ്ങി. എൻ്റെ അറബിൻ്റെ ഗ്രൂപ്പിലുണ്ടാവും വായന തുടങ്ങി. ഇഷ്ടം പോലെ മെസ്സേജ് ഉണ്ടാവും. പിന്നെ ഉണ്ട് വായന കഴിഞ്ഞു. അപ്പോൾ ഈ ഒക്കെ പ്രവാസികളായ കുറേ രക്ഷിതാക്കളുടെ കുട്ടികളാണ്. ഇത് ഉമ്മാർ പറഞ്ഞൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മളെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ കറക്റ്റ് എഴുതി ഉണ്ടാക്കും. എത്ര മണിക്ക് എണീക്കണം. അപ്പോൾ എണീറ്റാൽ ഉടനെ ഒരു എണീറ്റു എന്ന് ഗ്രൂപ്പിലിടും. ആരാ ഇടുക? പാരൻ്റ് ഇടുക. അപ്പോൾ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്താ ഫഹിമേ എന്ന് വൈകിയത് എന്ന് വെച്ചാൽ പക്ഷേ ഞാൻ പോയതാണ്, ഞാൻ നാളെ നേരത്തെ എണീറ്റുള്ള അറിയും. അപ്പോൾ ഇത് ഒരു മാനേജ്മെൻറ്റാണ്. ആ ഒരു ഷെഡ്യൂൾ അവരുടെ മേശപ്പുറത്ത് കറക്റ്റ് ഉണ്ടാവും. വെറും ഒരു ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് അതുകൊണ്ടുണ്ടാണ് ചേഞ്ച് നമുക്കറിയാം. അവർ വായിക്കാനൊരു സ്പേസ് കാണുന്നു. ആ വായിക്കുന്ന സമയം മൊബൈൽ തൊട്ടാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ ആ ഒരു സമയം കുട്ടികളെ മൊബൈലിൽ നിന്ന് പൂർണ്ണമായും ഫ്രീ ആക്കും. മൊബൈൽ ഉപയോഗിക്കാനൊരു ടൈം നമ്മളെല്ലാം എഴുതും, 20 മിനിറ്റ്സ് മാക്സിമം. അവിടെ കാണേണ്ടതും പൊതുവേ നമ്മൾ തന്നെ ഇട്ട് കൊടുക്കും. അവിടെ കാണേണ്ടതും നമ്മൾ തന്നെ പ്ലേസ് ചെയ്യും. ഇപ്പം പീസ് റേഡിയോ ശരിക്കും ഒരു വലിയ പാക്കേജാണ്. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക്, സമയത്തിൻ്റെ ഒരു പരിമിതി നമുക്കുണ്ട്. കുട്ടികളുടെ എന്താ പറയുക, ജനറൽ നോളേജ് വർദ്ധിപ്പിക്കാനും ഒരു IAS സ്റ്റെപ്പ് വേണമെങ്കിൽ എന്ന് നിലക്ക് പറയാവുന്നതാണ് നമ്മളെ പിന്നെ ടെലിക്വിസ്. ഓരോ ആഴ്ച ഓരോ ടോപ്പിക്കാണ്. ജനറൽ ടോപ്പിക് ഉണ്ടാവും, ഇസ്ലാമിക് ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ടോപ്പിക്ക് നമ്മൾ അനൗൺസ് ചെയ്യും. ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ റെഫർ ചെയ്യും. അങ്ങോട്ട് വിളിച്ചാൽ 3 ചോദ്യം ചോദിക്കും. എങ്ങനെയെങ്കിലും സമ്മാനം കൊടുക്കാനോ നോക്കുക, സമ്മാനം കൊടുക്കാതിരിക്കാനല്ല നോക്കുക. നമുക്ക് ഭയങ്കര എക്സ്പെൻസ് വരുന്ന മേഖലയാണ് സമ്മാനം വാങ്ങൽ. പക്ഷെ അത് ഭയങ്കര ക്ലിക്കായൊരു സാധനമാണ്. അതേപോലെ സ്റ്റാർ ക്വസ്റ്റ്, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. കുട്ടികളെ കൊണ്ട് കഥ പറയിപ്പിക്കാം, പ്രസംഗിപ്പിക്കാം, ഒക്കെ ചെയ്യിപ്പിക്കാം. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ മോനെ കൊണ്ടൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യും. ഞാൻ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലതൊക്കെ എൻ്റെ പേജിൽ വെറുതെ ഷെയർ ചെയ്തിടും. അതായത് ഒരു പ്രോത്സാഹനം നൽകി. ചില ആൾക്കാർ കുട്ടികൾക്ക് നേരെ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കും. ഭയങ്കര സംഭവമല്ലേ. ഇത് യൂട്യൂബ് ചാനൽ ഇത് 2 കണ്ട് പിന്നെ വേണ്ടാത്തൊക്കെ കാണാൻ തുടങ്ങും. നേരെ മറിച്ച് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയ വ്യൂസും ഇതൊക്കെ കാണിച്ചിട്ട് ഇതിലേതാ വേണ്ടെന്ന് ചോദിക്കും. ഞാൻ പക്ഷേ ഇതിൽ ഇട്ടാൽ മതി എന്നറിയാം. അപ്പോൾ അത് നമ്മൾ പിന്നെ എന്താ ഇപ്പോൾ നമ്മളെ ഒരു കുട്ടി സമ്മേളനത്തിൽ വന്നൊരു കുട്ടി ചെറിയൊരു പ്രസംഗം നടത്തിയത് വൈറലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറിയൊരു സമ്മാനം അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് അവൻ അയച്ചെടുത്ത് അടിപൊളി. ഞാൻ എൻ്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്രവർത്തകൻ്റെ മോനാണ്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഒരു സാമൂഹിക ബാധ്യതയും കൂടിയാണ്. ആ കുട്ടിക്ക് ഒരു നല്ലൊരു ടെക്സ്റ്റ് കൊടുക്കുക. നമ്മളെ കുട്ടി ഇപ്പം പലപ്പോഴും നമ്മളോടൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അവനിങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു വോയിസ് അയച്ചിരുന്നെന്നറിയും. നമുക്കെന്താ ചിലവ്? നമ്മൾ ഒരു വോയിസ് ആ കുട്ടിക്ക് അതൊരു ഭയങ്കര പ്രേരണയാണ്. അപ്പം ആ രീതിയിൽ കുട്ടിക്ക് ഉണരാനും അവനെ കൊണ്ടൊരു മൊഡ്യൂളുകൾ എഴുതിണ്ടാക്കി വേണം. ആ മൊഡ്യൂള് അവന് അച്ചീവ് ചെയ്യുമ്പോൾ നല്ലോണം പ്രോത്സാഹിപ്പിച്ച് അതിന് നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആ രീതിയിൽ കുട്ടികളെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റണം. അടുത്തൊരു കാര്യം, തെറ്റ് തിരുത്തുമ്പോൾ ഉള്ള ചില കാര്യങ്ങളാണ്. ഒരു വലിയൊരു മാറ്ററാണ്. തെറ്റ് തിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു 6 കാര്യങ്ങൾ ഒരു 3 മിനിറ്റ് കൊണ്ട് പറയാം. ഒന്ന്, പ്രതിയല്ലാത്ത കാര്യത്തിൽ കുട്ടിനെ ശിക്ഷിക്കരുത്. നിങ്ങളെ 5 വയസ്സായ കുട്ടിയും 3 വയസ്സായ കുട്ടിയോടെ ഇരിക്കുന്നുണ്ടാവും. 3 വയസ്സായ കുട്ടീനെ 5 വയസ്സായ കുട്ടി തച്ചിട്ടുണ്ടാവും. 5 വയസ്സായ കുട്ടി 3 വയസ്സായ കുട്ടീനെ തല്ലിയിട്ടുണ്ടാവും. ഇക്കാക്ക തല്ലി എന്ന് പറഞ്ഞ കഴിയുമ്പോൾ നമ്മൾ പോയിട്ട് ഒന്ന് കൊടുക്കും. എന്താ കാര്യം? 3 വയസ്സായ കുട്ടി വിരലിന് നല്ലൊരു കടി കൊടുത്തിട്ടുണ്ടാവും. അപ്പം തല്ലലാണ് പരിഹാരം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനെയും ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുക. നമുക്ക് ആകെ ഒറ്റുള്ള ഇതവിടെ കയറുന്ന ചീക്കുണ്ട് കേട്ടോ. എല്ലാറ്റിനും ഒറ്റ ഡോസാണ് നമുക്ക്. കേസിനെ വേറെ എടുക്കുന്ന പരിപാടി പലപ്പോഴും ഇല്ല. ഓരോ കേസിന് ചിലത് മുണ്ടാതിരിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന്, നമ്മൾ പ്രതിയാണോ എന്ന് പരിശോധിക്കണം. 2, പ്രതിയാക്കാൻ നടക്കരുത്. പ്രതിയാക്കാൻ വേണ്ടിയിട്ട് നടക്കുക, ആ പരിപാടി ഉണ്ടാകരുത്. എന്നാൽ കുട്ടികളെ മനസ്സിലാക്കേണ്ടത് ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ മുന്നിൽ നമ്മളെ ബാഗും സംഗതിയൊക്കെ പരിശോധിക്കാനുള്ള ഒരു പ്രേരണ കുട്ടികൾ കൊടുക്കണം. അപ്പം ഉമ്മാക്കും ഉപ്പാക്കൊക്കെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. മാത്രമല്ല കുട്ടിയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്. 7ാം ക്ലാസ്സിലെ അറബി പാഠത്തിൽ ഒരു സ്വന്തം മെഹറുമാല വിറ്റിട്ട് കുട്ടീൻ്റെ വീണ് കാലൊടിഞ്ഞ കുട്ടീനെ ചികിത്സിക്കുന്ന ഒരു ഉമ്മാൻ്റെ ഒരു കഥ ഉണ്ട് അറബി പാഠപുസ്തകത്തിൽ. ഗവൺമെൻറ് സ്കൂളിലുള്ളതാണ്. 1000 ഉണ്ടാവുകയല്ലേ. പിന്നെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളോട് മെസ്സേജ് കൈമാറാനുള്ള നല്ല ഒരു സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പണി, ഉമ്മാക്കൊരു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ചാർട്ടർ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ. ഉമ്മാക്ക് ഉമ്മ കൊടുത്ത കുട്ടികളൊക്കെ ഒരു ടിക്ക് ഇടണം വന്നിട്ട്. അപ്പോൾ കുറേ കുട്ടികൾ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല,
എല്ലാ വർഷവും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, ഒന്ന് പൊയ്ക്കാൻ ഇത്ര വലുതായിട്ട് ഉമ്മ കൊടുക്കാൻ വരിക. വെറുതെ ഞാൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ വിദേശത്തേക്ക് പോരുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഉമ്മ കൊടുത്തു വരുന്ന ആളുകളെന്ന് കരുതിച്ചാണ്. ഈ എണ്ണം കണ്ടാൽ പോരാ. ഉമ്മ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ പാപ്പ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മ കൊടുത്ത് അവർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന അത്ര മനോഹരമായി ഉമ്മ കൊടുത്തിട്ട് തന്നെ, 3 വയസ്സായ കുട്ടിക്ക് തുരുതുരാ ഉമ്മ കൊടുക്കണ പോലെ ഉമ്മ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ വരേണ്ടത്. എന്താ സംശയം നമുക്ക്? എവിടെ നമുക്ക് സംശയം വരുന്നത്? പാപ്പാനും ഇമ്മാനും വിളിക്കാൻ സമയം കിട്ടാത്ത ആളുകളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടേണ്ടി വരും. എപ്പോഴറിയോ? ഇവർ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറ്റബോധത്തിൻ്റെ ആത്മനിന്ദയുടെ വല്ലാത്തൊരവസ്ഥ വരാണ്ട്. നമ്മൾ മറക്കരുത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ ഒരാള് ഉമ്മാനെങ്ങനെ തോളിലിരുത്തിയിട്ട് തവാഫ് ചെയ്യണ കാണുന്നത്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം അവിടെ വന്ന് ഉമ്മാനെ നിലത്ത് വെച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, ഞാൻ ദൂരത്തുനിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് എൻ്റെ ഉമ്മാനെ കൊണ്ടുവന്ന് ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യത ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ പറയുക? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരം, നിന്റെ ഉമ്മ നിന്നെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കും ശരീരത്തിൽ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ. ആ ഒരു പ്രസവ വേദനയുടെ, ഒരു ഒറ്റ പ്രസവ വേദനയുടെ ഭാഗം പോലും ആയിട്ടില്ല നീ നിന്റെ ഉമ്മക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യം എന്നാണ്. അതുകൊണ്ട് അത് മതിയാണല്ല സുഹൃത്തുക്കളെ. അതൊന്നും നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കറിയാലോ, ഒരിക്കലും അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ചിലത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ഓർമ്മയിൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും ഓർത്തെടുത്താൽ കിട്ടും. അവൻ മരിക്കുന്ന ഉറപ്പായി അവന് വേണ്ടി കാത്തുന്ന നിമിഷം ചിലപ്പോൾ നമ്മളെ ഓർമ്മയിലുണ്ടാവും. അതൊരിക്കലും അവന് ഫീൽ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നത് ഇന്നേ വരെ നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യത്തെ ഒന്ന് പ്രത്യേകം പരിഗണിക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്. അതേപോലെ തന്നെ തടയാൻ പ്രായോഗിക വഴി ഉണ്ടാക്കണം. മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീ ഇങ്ങനെ നടന്നുകൊണ്ടപ്പോൾ ആ സ്ത്രീനെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ പ്രവാചകൻ കൈ ഇങ്ങനെ പൊത്തി, കണ്ണിലോട്ട് കൈ വെച്ചു. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാരന്റൽ കൺട്രോൾ മൊബൈലിൽ ഇടേണ്ട ഒരു സമയത്ത് പാരന്റൽ കൺട്രോൾ ഇടണം എന്നാണ് എൻ്റെ അർത്ഥം. പാരന്റൽ കൺട്രോൾ എന്താണെന്ന് അറിയണമല്ലോ എന്ന് ചിന്തിക്കും. നമ്മുടെ നാട്ടിലുള്ള ഫോൺ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. നമ്മൾ വിഷ്ണു യൂത്ത് അതിൽ ചില ടിപ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇവരിട്ടോളൂ. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കുട്ടി നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, എനിക്കൊരു 10 മിനിറ്റ്സ് കൂടി യൂട്യൂബ് ഉപയോഗിക്കാൻ തരുമോ? ആ മോൻ എന്താ കണ്ടതെന്ന് എന്താ കാണുന്നത്? ആ ഒപ്പൻ്റെ യൂട്യൂബ് ഉപയോഗിച്ചോ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തണം കേട്ടോ. ഖലാസ്, വാട്സപ്പിൽ വോയിസ് ആയിരിക്കും. എന്ത് രസമുണ്ട്! ഇത് കംപ്ലീറ്റ് ഹ്യൂമാനിറ്റി യുദ്ധത്തിലാണ്. ഞാൻ ഇവിടെ ഉള്ള രക്ഷിതാക്കളോടും ഉമ്മയും പാപ്പി ഇവിടെയുള്ള ആളുകളോട് അല്ലാത്തവരോടാണ് ഈ പറയുന്നത്, 2 കൂട്ടരോടാണ് ഈ പറയുന്നത്. ഇപ്പൊ പാരന്റൽ കൺട്രോൾ കൊണ്ടുവരേണ്ട സ്ഥലത്ത് നമ്മൾ ടെക്നിക്കൽ സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. പിന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയണം. ആരാന്ന് ചോദിച്ചു, ഞാനാണ് പറഞ്ഞു. വാതിൽക്കന്ന് ആരാന്ന് ചോദിച്ചു, ഞാനാണ് പറഞ്ഞു. പ്രവാചകൻ എങ്ങനെ തെറ്റിദ്ധരുത്തിയേ? ഞാന് പ്രവാചകന്റെ ശബ്ദം ഒന്ന് കനത്തു. അപ്പൊ ചിലത് അങ്ങനെയാണ് തിരുത്തേണ്ടത്. തിരുത്തലിന്റെ ഒരു രൂപമാണ്. മാത്രമല്ല ചിലത് ഭാവം കൊണ്ടായിരിക്കും തിരുത്തേണ്ടി വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാ മിനൽ അദ്റാഅ ഫീ ഖിദ്രിഹാ ഫഇദാ റഅ ശൈഅൻ യക്റഹു അറഫ്നാഹു ഫീ വജ്ഹിഹി. പ്രവാചകന്റെ ലജ്ജ, പ്രവാചകന്റെ ദേഷ്യം, ഇതൊക്കെ ഞങ്ങൾക്ക് മുഖത്ത് നിന്ന് മനസ്സിലാകുമായിരുന്നു എന്നാണ്. ചിലത് ഗുണങ്ങൾ പറഞ്ഞാണ് തിരുത്തേണ്ടത്. അഷജ് അബ്ദുൽ ഖൈസു അദ്ദേഹത്തിന്റെ അബ്ദുൽ ഖൈസിന്റെ ഗോത്രത്തിലെ ആളുകൾ വന്നപ്പോൾ അവര് പ്രവാചകന്റെ അടുത്ത് ചോടി പ്രവാചകനെ കെട്ടിപ്പിടിക്കാനൊക്കെ നിന്നപ്പോൾ നേതാവ് മാത്രം കുളിച്ച് ഫ്രഷായി ഒക്കെ ഡ്രസ്സൊക്കെ ശരിക്കിട്ട് വന്ന് കൈയെടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് 2 ഗുണമുണ്ട്, നല്ല ഗുണമാണ്. 1 വിവേകമാണ്, 2 അവധാനതയാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ മനസ്സിലായി. നിങ്ങളെന്ത് വിവേകമില്ലാത്ത മനുഷ്യന്മാരാന്ന് ചോദിക്കണതിന് പകരം നിങ്ങളല്ല വിവേകിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നല്ലൊരു, നിന്റെ അടുത്തുള്ള ഒരു നല്ല ഗുണം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഇതിൽ തീർച്ചയായും ചെയ്യാൻ പറ്റും. അങ്ങനെ തിരുത്തലിന്റെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം, ഉപദേശം ഒരിക്കലും ആക്ഷേപമാകരുത്. നമ്മൾ ഉപദേശങ്ങൾ മിക്കവാറും ആക്ഷേപങ്ങളാണ്. നമ്മൾ കുട്ടികളോട് ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്ന സമയം എപ്പോഴാണ്? ഒന്ന് ഉറങ്ങാൻ കിടക്കണ സമയം. ഒന്ന് കുട്ടി കിടക്കേണ്ടാത്തൊരു സ്ഥലത്ത് പോയി കിടന്നിട്ടുണ്ടാവും, അപ്പം 4 ഷൗട്ടിങ്. കുട്ടിക്ക് നമ്മളൊരു യാത്രയപ്പോൾ കൊടുക്കുകയാണ്. ഇനി കുട്ടി കടന്നിട്ടില്ലെങ്കിൽ കുട്ടീനെ കടത്താൻ വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമുണ്ട് അല്ലേ? പിന്നെ ഉണർത്തുന്ന സമയത്തത്തെ പോലെ ഭയങ്കര യുദ്ധമാണ് പലപ്പോഴും നടക്കുക. സ്കൂൾക്ക് പോണ സമയം, വണ്ടി വരാനായിട്ടുണ്ടാവും. സ്കൂൾ വിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ കുട്ടിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സമയത്തും തെറ്റാണ് ചെയ്യുക. കിടത്തുന്ന സമയത്ത് ശരിക്കും എങ്ങനെ വേണ്ടേ? കുട്ടീൻ്റെ അടുത്ത് പോയിരുന്ന് എത്ര പാത്രം കഴുകാണ്ടെങ്കിലും കുട്ടീൻ്റെ അടുത്ത് പോയിരുന്ന് ആ പുതപ്പൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത്, അത് ഏത് വയസ്സ് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടീൻ്റെ അവസ്ഥക്കനുസരിച്ചാണ്. അത് ഇക്കറൊക്കെ ചൊല്ലിക്കൊടുത്ത് നല്ല ഉമ്മ കൊടുത്ത് കുറച്ചു നേരം അടുത്ത് കിടന്നെടുത്ത്
അല്ലെങ്കിൽ മുതിർന്ന കുട്ടീനെ കൂടെ കിടത്തി. നമുക്ക് 3-4 കുട്ടികളുണ്ടെങ്കിൽ കുറേ കാര്യം അവരിലൂടെയാണ് നിർവഹിക്കപ്പെട്ടു പോകേണ്ടത്. കുറേ കാര്യം അവരിലൂടെയാണ്. നല്ല അടിപൊളി പ്ലാൻ നമുക്ക് അൽഹംദുലില്ലാഹ് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ എണീക്കുമ്പോൾ എങ്ങനെ എണീപ്പിക്കുക? ഉന്തിയും ചവിട്ടിയും. എന്നിട്ട് ഈ കുട്ടിക്ക് പള്ളിക്ക് പോകാറുള്ളത് ഭയങ്കര ഒരു അവസ്ഥയായിരിക്കും. 7-ാം വയസ്സിൽ അവൻ്റെ ടോർച്ച് കൊണ്ടുവന്ന് കൊടുത്തു, ഇല്ല ഒരു മുസല്ല കൊടുത്തു. ടോർച്ച് അടിക്കാൻ അവൻ പള്ളിക്ക് പോകുന്നു ഫസ്റ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ടോർച്ച് അടിക്കാൻ ചാട്ടി എണീക്കും. ഒരു അലാം ക്ലോക്ക് അവൻ വാങ്ങി കൊടുത്തു. അലാം ക്ലോക്കിൽ അവൻ എന്തെങ്കിലും എണീക്കുള്ളൂ. പക്ഷെ അലാം ക്ലോക്കിൽ അവൻ എണീറ്റത് എല്ലാവരും അറിയും. മോനെന്ന് അലാം ക്ലോക്ക് ഒറ്റക്ക് വെച്ചിട്ട് എണീറ്റ് നമ്മളിങ്ങനെ പറയും, പാപ്പ പറയും, ഉമ്മ പറയും, എല്ലാവരും പറയും. മനസ്സിലായില്ലേ? മാത്രമല്ല എങ്ങനെയാണ് എണീക്കുക? ഇവിടെ നമ്മളെ നാട്ടിൽ 1500-2000 കുട്ടികളുണ്ടായിട്ട് മോന് മാത്രം പള്ളിക്ക് വരില്ലേ? കുട്ടികൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഇക്കിലാക്കി കൊടുത്താൽ അവർ ഉണരും. ഉണർന്നിട്ട് ഇങ്ങനെ നമ്മളെ മാറിലേക്ക് പോലെ ഇങ്ങനെ കടത്തിയിട്ട് ചെവിയിൽ ഇങ്ങനെ പറയണം, നല്ല കുട്ടിയല്ലേ. ഇടക്ക് പോകുമ്പോൾ അപ്പുറത്ത് എന്നും കുടിക്കണ വീട്ടിലെ ചായക്ക് വരാം, അപ്പുറത്തുനിന്ന് ഒരു നെയ്യപ്പം ഒരു ചായയൊക്കെ കുടിച്ച് അല്ലേ, ഒരു നെയ് റോസ്റ്റ് കഴിച്ച് പതുക്കെ ഇങ്ങോട്ട് പോകുന്നു, അവൻ്റെ കൂടെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പുതിയ കാലത്ത് പ്രത്യേകിച്ചും കുട്ടികളെ ശരിയാക്കി എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ലാനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തരുത് എന്നുള്ള കാര്യം പറയാണ്. ഏറ്റവും ലാസ്റ്റ് കാര്യം എന്താ അറിയോ? ഒരു ടീം വർക്ക് വേണം. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ ഒറ്റയ്ക്ക് ശരിയാക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം 15 കൊല്ലം വാപ്പ നന്നാക്കിയിട്ട് നന്നാകാത്ത കുട്ടി ഒറ്റ ദിവസത്തെ ടീം സ്പേസ് കൊണ്ട് ശരിയായി വന്നത് നമുക്കറിയാം. കുട്ടികളെ നിങ്ങൾ പിശുക്കില്ലാതെ ടീം വർക്കിലേക്ക് വിടണം. ഒരു ടീം വർക്ക് വേണം, കുട്ടികൾക്കൊരു ടീം വർക്ക് വേണം. ഏത് ഏജിലുള്ള കുട്ടിയാണെങ്കിലും ഒരു ടീം വർക്ക് വേണം എന്നുള്ളത്, നമുക്കൊരു വീട് വേണം എന്നുള്ളതിലേറെ വലിയൊരു ആവശ്യമാണ്. എനിക്കറിയാം M.Tech കഴിഞ്ഞ് ഇന്ന് അത്യാവശ്യം നല്ല പോസ്റ്റിലുള്ള ഒരാൾ ഒരു ക്യാമ്പിൽ ഷെയർ ചെയ്തൊരു കാര്യം. ഞങ്ങളുടെ നാട്ടിലെ സ്കൂളിലായിരുന്നു, ഒരുപാട് മാഷന്മാരുണ്ട് അറിയണം, അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. +2 എന്നപ്പോൾ പാപ്പാൻ്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ പ്രധാന ആൾ, അവിടുന്ന് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാപ്പ എനിക്കൊരു ഖുറാൻ ക്ലാസ്സൊക്കെ ഉള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ, ഖുറാൻ ക്ലാസ്സുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അത് തിരഞ്ഞ് വലിയ പൈസ പാപ്പ നേരത്തെ തന്നെ ധാരണയാക്കി വെച്ചിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, മെറിറ്റിൽ തന്നെ കിട്ടാൻ വേണ്ടി പണിയെടുത്തു ആ കോളേജിൽ പോയിരിക്കാൻ. അങ്ങനെ തൃശ്ശൂരിലുള്ളൊരു കോളേജിലാണ് മൂപ്പര് പോയി ചേർന്നത്. ശംസുകാക്കൊക്കെ അറിയാളെ എന്തിനാണ് അടിച്ചു പൊളിക്കാൻ. അപ്പോഴാണ് എന്തിനാ അറിയോ, അവനോട് അങ്ങനെ വന്നിറങ്ങി 2-3 ദിവസം ഒരു പ്രശ്നമൊന്നുമില്ല. 4-ാം ദിവസം 5-ാം ദിവസം 2-3 താടിക്കാർ വന്നിട്ട് എനിക്ക് കയ്യെന്ന് പറഞ്ഞു. ആരാണ്? അവിടുത്തെ യൂണിറ്റിലെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ കുട്ടികളാണ്, അന്ന് MSM ആണ്. ആ കയ്യറിലും ആ സലാമാണ് എന്നെ കഴിച്ചിലാക്കിയത്. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതിലേക്ക് കുട്ടികൾ എത്തണമെങ്കിൽ നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുത്ത് പ്രേയർ. എനിക്കറിയാം പണ്ട് ഇല്ലൻ്റിൽ എഴുതിയ കാലമുണ്ട്. ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്ന, സ്റ്റേറ്റ് കമ്മിറ്റി തുടങ്ങുന്ന കാലം എന്ന് പറയുന്നത് കത്ത് എഴുതലാണ് കൗൺസിലർമാർക്ക്. ഇപ്പം കൗൺസിലർക്ക് കത്ത് കിട്ടിയാൽ ആ ഉമ്മ എന്ത് ചെയ്യുന്ന പറയുന്നത്, ആ ഉമ്മ കത്ത് കിട്ടിയിട്ട് ഉമ്മാൻ്റെ പൈസയിൽ നിന്ന് ഒരു പൈസ ഇങ്ങനെ പണിക്ക് പോകണമ്മ പൈസ ഇങ്ങനെ എടുത്തുവെച്ചിട്ട് ആ ദിവസം മോനെ കോഴിക്കോട്ടേക്ക് പറഞ്ഞേക്കും കൗൺസിലർ. ഇന്ന് ആ കുട്ടി പ്രവർത്തന രംഗത്ത് നോക്കൊന്ന് വിട്ടു നിന്ന് ഇന്ന് വേറൊരു ലെവലിലുള്ള ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലുള്ള. അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ഭയങ്കര വേദനയുള്ളൊരു അനുഭവമാണ്. അതായത് കൂട്ടായ്മയും അതിൻ്റെ പ്രവർത്തനങ്ങളും ലോഡും ഒക്കെ വരുമ്പോൾ മാറി നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കുള്ള നല്ലൊരു മെസ്സേജാണ്. PSC കിട്ടി, ഒരു തെക്കൻ ജില്ലയിലെ സ്ഥലത്ത് പോയി, മുസ്ലിംസ് ഒന്നും ഇല്ലാത്ത പള്ളിയൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ്. കൂടെ ഉള്ളവരൊക്കെ വെള്ളമടിക്കുന്നവരാണ്. കുറേ കാലമൊക്കെ പിടിച്ചൊന്നും ഇപ്പോൾ ഫുള്ള് വെള്ളമാണ്. ഈ സമ്മേളന തിരക്കിലൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ ഒരു ഇത് കിട്ടിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരുന്ന ഒരാളാണ് ഒരു കാലത്ത് പ്രാദേശികമായിട്ടൊക്കെ. അപ്പം നമ്മുടെ സാഹചര്യം നമ്മളെ രൂപപ്പെടുത്തും. നമ്മളിങ്ങനെ ഒഴിവുള്ള സമയം ഇതിങ്ങനെ നീക്കി TV നീക്കി തോണ്ടിയിരിക്കണതിന് പകരം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് സാമ്പത്തിക പ്രാരാബ്ധതകൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ശ്വാസവായുവിനെ പോലെ പ്രധാനമാണ് സഹോദരങ്ങളെ ഒരു ടീം വർക്കും അതിലെ ഇടപെടലും ഒക്കെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി സജീവമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും എനിക്ക് ഉണർത്താനുള്ളത്. പ്രബോധന രംഗത്ത് വലിയ ദൗത്യങ്ങളുമായി അൽഹംദുലില്ലാഹ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കേരള യൂത്ത് കോൺഫറൻസ് മനോഹരമായി കഴിഞ്ഞു. ഒരുപാട് വലിയ സംഭവങ്ങൾ അതിൻ്റെ അനുബന്ധമായി ഉണ്ടായി. അതിലൂടെ വലിയ മാറ്റം വന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളെ സ്വീപ്പാക്കണേ ഈ ലഹരി വിതരണത്തിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ന്യൂ ഹോപ്പിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ പോയി കണ്ടിരുന്നു. വരുന്നതിൻ്റെ മുമ്പ് ഭയങ്കര താടിയൊക്കെ വെച്ച് സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈമാനിന് വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ ഒരു വസിയത്തായിട്ട് പറയണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നോമ്പ് നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ നിൽക്കുകയാണ്. നല്ലൊരു പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കണം. പേഴ്സണലി നല്ലൊരു പ്ലാൻ ഉണ്ടാക്കണം. പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ദിവസങ്ങളിലൊന്നും കഴിഞ്ഞു പോകും. മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നാട്ടിലും കുടുംബത്തിലും പ്രദേശത്തും ഒക്കെ നമ്മുടെ ഒരു ഇടപെടലിൻ്റെ ഒരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മൂമിനുകളിൽ മുഖ്ലിസീങ്ങളിൽ
നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും ജിഹാദിൻ്റെ അടർക്കളങ്ങളിൽ പോരാടുന്നവരെ അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്സത്തിനെ അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. എല്ലാത്തരം മാറാവ്യാധികളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾക്ക് അള്ളാഹു പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. കടക്കണികളിൽ കുടുങ്ങിയവരെ അതിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടായ്മക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഏറ്റെടുത്ത് ശക്തമായി മുന്നോട്ട് പോകാനും ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ഒന്നിച്ച് നീങ്ങാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين.